Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഹെസക്കിയ രാജാവിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ദൈവം 15 വർഷം അവന് ജീവിതം നീട്ടിക്കൊടുത്തതുപോലെ 40 ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു, സ്വർഗം സ്വീകരിച്ചതിന് അടയാളമായി ഒരു 15 ദിവസം കൂടെ നീട്ടിക്കൊടുത്ത് അങ്ങനെ 55-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 54 ദിവസമായി ഈ ആത്മീയ പ്ലാറ്റ്ഫോമിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുവന്ന അഭിവന്യ ഐർനേസ് പിതാവിനെയും ബഹുമാനപ്പെട്ട അഭിഷിക്തരെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അൽമായ ശുശ്രൂഷകരെയും വചനപ്രഘോഷകരെയും 5 ഭൂഖണ്ഡങ്ങളിലായി കർത്താവ് കുട്ടിയോജിപ്പിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദ തിരുനാൾ ദിവസമായ ഇന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ കഞ്ചിക്കോട് ശുശ്രൂഷയുടെ രജത ജൂബിലി വർഷമായ ഈ വർഷത്തിൽ റാണിക്ക് ലഭിച്ച 51 സന്ദേശങ്ങൾ, അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സന്ദേശങ്ങളാണെന്നും അത് സ്വർഗത്തിൻ്റെ സ്വരമാണെന്നും തിരിച്ചറിഞ്ഞ് ഷെക്കീന ടെലിവിഷനിലൂടെ ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ട് ധൈര്യം കാണിച്ച, ആ ബോധ്യം കാണിച്ച ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറിനെ നന്ദിയോടെ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷെക്കീന കുടുംബ അംഗങ്ങളെയും ഷെക്കീന ടെലിവിഷനെയും ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞാനും റാണിയും ഒന്നിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വലിയ സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷെക്കീനയെ സ്നേഹിക്കുവാനും സർവ്വവരെ സഹായിക്കുവാൻ, പണപരമായിട്ടും സഹായിക്കുവാൻ അനേകം ഹൃദയങ്ങളെ കർത്താവ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷെക്കീനയെ നമുക്ക് സ്വന്തമായിട്ട് ചങ്കിലേറ്റാം. നിങ്ങൾ സഹായിക്കണം. കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ ന്യൂസ് പേപ്പർ, കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളൊക്കെ നിന്നു പോകാൻ സാധ്യതയുള്ളപ്പോൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള പെർമിഷൻ കിട്ടിയതും അതോടൊപ്പം തന്നെ വാർത്താ ഏജൻസി പ്രക്ഷേപണം ചെയ്യാനുള്ള അനുവാദം കിട്ടിയിട്ടുള്ള ഈ ഷെക്കീന സഭയുടെ കാവലാളായി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർക്കുമ്പോൾ രാജ്ഞീപദ തിരുനാൾ ദിവസമാണ്. 19 വർഷങ്ങൾക്ക് മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 2002 ഓഗസ്റ്റ് 22-ാം തീയതി രാജ്ഞീപദ തിരുനാൾ ദിവസമാണ് റാണിക്ക് മാതാവ് 51-ാമത്തെ സന്ദേശം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് അവസാനത്തെ ആ സന്ദേശം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. ആ 19 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് നൽകിയ ആ സ്വർഗത്തിൻ്റെ ആ സന്ദേശം അതിന്ന് അതിൻ്റെ ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. കാരണം ജൂൺ 29 പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ് ഈ പ്രാർത്ഥന ആരംഭിച്ചത്. അത് നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ അത് താമസിച്ച് തുടങ്ങിയിരുന്നെങ്കിലോ ഇന്ന് ഈ കൃത്യം ഇതുപോലെ പര്യവസാനിക്കുകയില്ല. ഇത് സ്വർഗത്തിൻ്റെ ഇടപെടൽ ആണെന്നും മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലാണെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ പ്രാർത്ഥനാപൂർവം മരിയ ശുശ്രൂഷയുടെ ഒരപ്പൻ എന്ന വിധത്തിൽ പ്രവർത്തിച്ച ജോസിയേട്ടനെ ഓർക്കുകയാണ്. ജോസിയേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നു ഈ ശുശ്രൂഷയോട്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പല പ്രാവശ്യം എന്നോട് പറഞ്ഞ, അച്ഛാ, ഞാൻ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഈശോ ഈ കഞ്ചിക്കോട് ശുശ്രൂഷയെക്കുറിച്ച് പറയും. വേണ്ടുന്നതെല്ലാം ഞാൻ അവിടെ ചെയ്യാനായിട്ട് ഞാൻ സ്വർഗത്തിലിരുന്ന് ഈശോയോടും മാതാവിനോടും പറയും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ ദാസൻ്റെ പ്രാർത്ഥന
ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഈ നിമിഷമുണ്ട് എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയും വേറെ ഒരു ദൈവപരിപാലനം ഞാൻ കാണുന്നത്, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സന്ദേശം നൽകുവാൻ റാണി ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ ആത്മീയ പ്ലാറ്റ്ഫോമിൽ. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ റാണി ശുശ്രൂഷയ്ക്ക് കയറും. റാണിയെ അടുത്തറിയാവുന്നവർക്കറിയാം, ഷെക്കേന കുടുംബത്തിലുള്ളവർക്കും അറിയാം ആരോഗ്യത്തിൻ്റെ സ്ഥിതി. പലരും പറയും ടി വിയിൽ നല്ല ശക്തിയായിട്ട് സംസാരിക്കുന്നില്ല, പക്ഷേ അത് കർത്താവ് കൊടുക്കുന്ന ശക്തിയാണ്. ഇത്രയേറെ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ എത്തുവാൻ സാധിച്ചു എന്നുള്ളത് അത് പരിശുദ്ധയമ്മയുടെ, അതും ഇന്നത്തെ ദിവസം ഈ ഷെക്കേനയിലൂടെ ഒരുക്കിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അത് സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് ഞാൻ കാണുകയാണ്. നമുക്ക് 3 പ്രാവശ്യം കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഓർക്കുകയാണ്. അതും 19 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം. എന്താണെന്നറിയാമോ? അതും ഒരു രാജ്ഞീപദ തിരുനാൾ ദിവസം നടന്ന സംഭവം. 19 വർഷങ്ങൾക്ക് മുമ്പ് രാജ്ഞീപദ തിരുനാൾ ദിവസം നടന്ന സംഭവം. അന്ന് റാണി ഒരു ദർശനം, ഒരനുഭവമുണ്ടായി. മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ധാരാളം മാലാഖമാർ അവർ നല്ല ഗാനം ആലപിക്കുകയാണ്. റാണി ചോദിച്ചു, അമ്മേ ഇതെന്താ ഇവർ പാടുന്നത്? ലാറ്റിൻ ഭാഷയിൽ പാടുകയാണ്. എന്താണിത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ. അതുപോലെ തന്നെ സാൽവേ റെജീന, പരിശുദ്ധ രാജ്ഞി ഉള്ള പാട്ട്, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ. ഇതൊക്കെ എഴുതിയെടുത്തോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലാറ്റിൻ ഭാഷ വശമില്ലാത്ത റാണി മിനിറ്റുകൾക്ക് ഉള്ളിൽ അത് എഴുതിയെടുത്തു. 1.5 പേജ്. ഞാൻ ഇതിന് സാക്ഷിയാണ്. പിന്നീട് നടന്ന ഒരു മരിയൻ ധ്യാനത്തിൽ ഞാൻ ഈ അനുഭവം പങ്കുവച്ചു. അന്ന് ആ ധ്യാനത്തിൽ ബത്തേരി രൂപതാധ്യക്ഷൻ ദിവന്യാസ്യോസ് പിതാവ് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ പിതാവ് മരിച്ചുപോയി. പിതാവ് പറഞ്ഞു, അച്ഛാ ആ കടലാസ് ഒന്ന് കാണണമല്ലോ. ഉടൻ തന്നെ ഞാൻ റാണിയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് ആ കടലാസ് കൊണ്ടുവരാനായിട്ട് അവർ കൊണ്ടുവന്നു. ഞാൻ പിതാവിൻ്റെ കൊടുത്തു. പിതാവ് അതൊന്ന് വായിച്ചു തൊട്ട് പറഞ്ഞു, ഇത് പ്യുവർ ലാറ്റിനാണല്ലോ, എഴുത്തും വായന അറിയത്തില്ലാത്ത, ഈ ഭാഷ വശമില്ലാത്ത റാണിക്ക് എഴുതാൻ പറ്റിയെങ്കിൽ അത് സ്വർഗത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. ഉടൻ തന്നെ, ആരും പറഞ്ഞതല്ല, ഉടൻ തന്നെ പിതാവ് സ്റ്റേജിലോട്ട് കയറി വന്നിട്ട് പിതാവ് ഇത് അനൗൺസ് ചെയ്ത് ഇത് സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലാണ്. എന്നിട്ട് പറഞ്ഞു, കുറേ വൈദികർ ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. അച്ഛന്മാരോട് പറഞ്ഞു, ലാറ്റിൻ പാട്ട് അറിയാവുന്നവർ കയറി വരാൻ പറഞ്ഞു. കുറേ അച്ഛന്മാർ കയറി വന്നു. അവർ ആ പാട്ട്, സാൽവേ റെജീന എന്നുള്ള പാട്ട് അവർ പാടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, 19 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ രാജ്ഞീപദ തിരുനാൾ ദിവസമാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ബോധ്യം കിട്ടിയ ഒരു ദിവസമാണ്. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വചനം, മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥയുടെ പൊരുളും അവൾക്കറിയാം. ആർക്ക്? മാതാവിന്. മൊഴികളുടെ വ്യംഗ്യം എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയും അമ്മയ്ക്കറിയാം. ലാറ്റിനോ ഉറുദുവോ എന്ത് വേണേലും. ഷീ ഈസ് എ ലേണഡ് ലേഡി. കുലീനത്വമുള്ള അറിവുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയാൻ കാരണം, വഴിയെ പോയ ആരെങ്കിലും എന്തെങ്കിലും മാതാവിനെക്കുറിച്ച് പറഞ്ഞു എന്ന് കഴിഞ്ഞ് ഈ ജപമാല പ്രാർത്ഥന മുടക്കരുതേ, അമ്മയോടുള്ള ഭക്തി മുടക്കരുതേ. അമ്മ ഇന്നും ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. എനിക്ക് ബോധ്യം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ഈ അനുഭവം പങ്കുവെച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ ഷീ ഈസ് എ ലേണഡ് ലേഡി. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും രാജ്ഞിയാണ്. ഇന്ന് രാജ്ഞീപദ തിരുനാളാണ്. സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്കറിയാം. നമ്മളെ ഓരോരുത്തർക്ക് അറിയാം. ഏത് ഭാഷയും അമ്മയ്ക്കറിയാം. നമുക്ക് ഇപ്പോൾ ആ ദൃശ്യമൊന്ന് കാണാം. ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ ആ ഗാനം ആലപിക്കുന്നതുമൊക്കെ. അതിൽ പല വൈദികരും മരിച്ചുപോയി. അവരൊക്കെ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കട്ടെ. നമുക്ക് കാണാം ആ ദൃശ്യം. Vita dulcedo, et spes nostra salve. A te clamamus, exules filii Heve, a te suspiramus, gementes et flentes, in hac lacrimarum valle.
ea ergo advocata nostra, illos tuos misericordes oculos ad nos converte. Et Iesum benedictum fructum ventris tui, nobis post hoc exilium ostende. O clemens, o pia, o dulcis Virgo Maria. അന്നത്തെ മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട വൈദികർ പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം രാജ്ഞീപദ തിരുനാൾ ദിവസമാണ്. അതുകൊണ്ട് പരിശുദ്ധ രാജ്ഞി എന്നുള്ള പ്രാർത്ഥന നമുക്ക് ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്ക്രീനിൽ ഇപ്പോൾ ആ പ്രാർത്ഥന തെളിയും. നമുക്കൊന്ന് ചേർന്ന് ആ പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. കാവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാനിനി നിങ്ങളെ നെബോ മലയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. ഈ കോവിഡ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷം ഞാൻ ആ മല സന്ദർശിച്ചപ്പോൾ എടുത്ത ദൃശ്യമാണ്. നെബോ മലയ്ക്ക് 6 പ്രത്യേകതയുണ്ട്. അതിലൊരു പ്രത്യേകത മോശയെ അടക്കിയ സ്ഥലമാണ്. ബാക്കി 5 പ്രത്യേകതകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നമുക്കിപ്പോൾ നെബോ മലയൊന്ന് കാണാം. പ്രൈസ് ദി ലോർഡ്. 30 ലക്ഷത്തിൽ പരം ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ വഴി നടന്ന് എത്തിച്ചേർന്ന സ്ഥലം നെബോ മല. ഇവിടെ വെച്ചാണ് ജോഷുവ ഇസ്രായേൽ ജനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. 3, മോശ പ്രവാചകൻ മരിച്ച് അടക്കപ്പെട്ട സ്ഥലം കല്ലറ ഇന്നും അജ്ഞാതമാണ്. 4, ജെറുസലേം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് പ്രവാചകനായ ജെറമിയ വാഗ്ദാന പേടകം ജെറുസലേം ദേവാലയത്തിൽ നിന്നെടുത്ത് ഒളിപ്പിച്ചു വെച്ച സ്ഥലം 2 മക്കബയ 2-ാം അധ്യായം 4-5 വചനം. 5, ദൂരെ നിന്ന് മോശ അവസാനമായി കാനാൻ ദേശം കണ്ട സ്ഥലം. 6, മോശയുടെ കണ്ണുനീർ വീണ സ്ഥലം. മോശ ദൈവസന്നിധിയിൽ കണ്ണീരോടുകൂടി യാചിച്ചു, എന്നെ കൂടി ആ വാഗ്ദത്ത ഭൂമിയിലേക്കൊന്ന് കൊണ്ടുപോകണമേ. നോ എന്ന ദൈവത്തിൻ്റെ ശക്തമായ സ്വരം മുഴങ്ങിയ സ്ഥലം നെബോമല. മോശയുടെ കണ്ണുനീർ വീണ് കുതിർന്ന സ്ഥലം നെബോമല. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കുഞ്ഞമ്മയോട് യാചിക്കുന്നത് പോലെ മോശ ദൈവത്തോട് യാചിച്ചു, എന്നെ കൂടെ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകണമേ. ഇവിടെ നിന്ന് 108 കിലോമീറ്റർ അകലെയാണ് കാനാൻ ദേശം. ഈ ജനക്കൂട്ടത്തിൻ്റെ പുറകിലൂടെ ഞാൻ നടന്നോളാം, എനിക്ക് നേതൃത്വം വേണ്ട. കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നോ, ഗോ
ബിഹൈൻഡ് ദ കർട്ടൻ വായിക്കുമ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ടാകും. സമയക്കുറവ് കൊണ്ട് ഞാൻ കുറേ പേരെ അങ്ങ് വിടുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് മലാക്കി പുസ്തകത്തിലേക്ക് പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ പലരും ഇതുപോലെ യാചിച്ചു, പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ്, നോ, ഗോ ബിഹൈൻഡ് ദ കർട്ടൻ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കർത്താവ് എന്നിലോ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു ദൈവജനം, ഒരു സമൂഹവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്? എന്തിനു വേണ്ടി? മനുഷ്യാവതാരത്തിന് വേണ്ടി. അതിനു വേണ്ടി പാപത്തിൻ്റെ പിടിയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കണം. ആ വലിയ ആഗ്രഹത്തിന് വേണ്ടി ഒരു വലിയൊരു സമൂഹവുമായിട്ട് അവിടുന്ന് ധൃതി പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യാക്കോബ് തൻ്റെ 12 മക്കളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ യൂദായെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന വചനം അവിടെ ഒരു പ്രവചനമായിട്ട് കിടപ്പുണ്ട്. എന്തിന് കർത്താവ് ധൃതി വെച്ച് പോയി? ഉൽപ്പത്തി 49:11. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ വെള്ളവസ്ത്രമണിഞ്ഞ ഒരു വ്യക്തി. അതാണ് വിശുദ്ധനിൽ വിശുദ്ധനായവൻ ദൈവം. ദൈവം ഭൂമിയിൽ വരും, രാജാവായി വരും, സർവ്വജനപദങ്ങളെയും ഭരിക്കും. പ്രവചനമാണ് പ്രിയപ്പെട്ടവരെ. അത് നിറവേറി. അത് ബേത്ലഹേമിൽ നിറവേറി, കാൽവരിയിൽ നിറവേറി. അത് 3 വർഷം കൂടെയുണ്ടായിരുന്ന യോഹന്നാൻ വലിയൊരു ദർശനത്തിൽ പറയുകയാണ് അവതരിച്ച വചനം. അതാണ് ആ രാജാതിരാജൻ. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായം 11, 12, 13 വചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ് സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ, അവൻ്റെ പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, അത് വിശുദ്ധിയുടെ മേലങ്കിയാണ്. മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. വീണ്ടും വിവരിക്കുന്നുണ്ട്, അവൻ്റെ പാദം ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ. വീണ്ടും പറയുകയാണ്, നയനങ്ങൾ തീജ്വാല പോലെ. തുടർന്ന് പറയുകയാണ്, അതുപോലെ തന്നെ അവൻ്റെ വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, അവൻ്റെ വദനം പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അതെ, ആരാണത്? അത് അവതരിച്ചവൻ ദൈവം തന്നെയാണ്. അവതരിച്ചവൻ ദൈവം തന്നെയാണ്. അവൻ പൂർത്തിയാക്കിയ രക്ഷാകര പദ്ധതി. പ്രിയപ്പെട്ടവരെ, കുരിശിൽ തൻ്റെ രക്തം നൽകിക്കൊണ്ട് മാനവകുലത്തെ മുഴുവൻ തന്നോട് ചേർത്തുകൊണ്ട് പാപമോചനവും രക്ഷയും സൗജന്യമായി നൽകി സാത്താൻ്റെ പിടിയിൽ നിന്ന് അവനെ രക്ഷിച്ച് അവന് വേണ്ടി സ്നേഹം കൊണ്ട് കത്തിയെരിഞ്ഞ് മരിച്ച ആ സ്നേഹം ഇന്ന് സ്നേഹിക്കപ്പെടുന്നില്ല. കഞ്ചിക്കോട് ശുശ്രൂഷയിൽ അമ്മയുടെ 61 പ്രാവശ്യം അമ്മ വേദനയോടുകൂടി പല കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന് പ്രകാരമാണ് 2001 ഡിസംബർ 8 നൽകിയ സന്ദേശം. എന്നാൽ മക്കളെ, സ്നേഹം ഇന്ന് സ്നേഹിക്കപ്പെടുന്നില്ല. ക്രൂശിനോട് ലോകമക്കൾക്ക് പുച്ഛമാണ്. ക്രൂശിനോട് ലോകമക്കൾക്ക് പുച്ഛമാണ്. ലോകാരൂപിയുടെ സമ്പന്നതയിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. മക്കളെ, സൃഷ്ടാവിനെ വെല്ലുവിളിച്ച് നിങ്ങൾ ജീവിക്കരുതേ. വീണ്ടും തുടർന്ന് പറയുകയാണ്, എന്നാൽ മക്കളെ, ദൈവസ്വരത്തിന് നേരെ കാതുകൾ അടച്ച് പാപസുഖം അനുഭവിച്ച് സാത്താൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മക്കളെ, നിങ്ങൾ തിരിച്ചു വരുവിൻ, മാനസാന്തരപ്പെടുവിൻ. ഇല്ല എങ്കിൽ ഭൂമിയുടെ അടിസ്ഥാനം പ്രകമ്പനം കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. മാതാവ് നൽകിയൊരു മുന്നറിയിപ്പാണ്. കാരണം മനുഷ്യൻ പാപത്തിലേക്ക് പോയാൽ ആ ഭൂമി പാപത്താൽ അത് ആടി ഉലയും. ഭൂമിയുടെ അടിസ്ഥാനം പ്രകമ്പനം കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. അർത്ഥദ്യോതകമായി പ്രകൃതി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ അടയാളം മനസ്സിലാക്കിക്കൊണ്ട് മകനെ, നീ മാനസാന്തരപ്പെടുവിൻ. നമുക്ക് കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇന്ന് മാനസാന്തരം എന്നിയും എത്തിപ്പെടാത്ത മക്കളുണ്ട്.
മാനസാന്തരം എത്തിപ്പെടാത്ത മക്കൾ ഇനിയുമുണ്ട് മക്കളെ. നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട്, നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. ഇത്രമാത്രം പ്രകൃതി അർത്ഥദ്യോതകമായി പ്രതികരിച്ചിട്ട്, ഇതുപോലെ അടയാളങ്ങൾ ഉണ്ടായിട്ട്, ജീവന് വേണ്ടി മനുഷ്യൻ ഓടി നടന്നിട്ടും വിഷക്കുരങ്ങന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങളിലൂടെ മാനവകുലം വീർപ്പ് മുട്ടിയിട്ടും കണ്ണു തുറക്കാത്ത, ഹൃദയം തുറക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, യാക്കോബ് നൽകിയ ദർശനത്തിൽ, യൂദയ തൻ്റെ മകനെ അനുഗ്രഹിച്ച് നൽകിയ വചനത്തിൽ പറയുന്നു, അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുഞ്ഞിനെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുഞ്ഞിനെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടും. സാധാരണ രാജാക്കന്മാർ രംഗപ്രവേശനം ചെയ്യുന്നത് പടക്കുതിരകളുടെ മുകളിൽ അശ്വാരൂഢരായി ആഘോഷമായിട്ട് എഴുന്നള്ളുമ്പോൾ വിനീതനായി കഴുതക്കുഞ്ഞിൻ്റെ പുറത്ത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കൃപയുടെയും രാജാവായി ഈശോ കടന്നു വന്നു. അവൻ എന്ത് ചെയ്തു? അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുഞ്ഞിനെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടും. ആരാണ് ഈ മുന്തിരി? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വന്ന രാജാതിരാജൻ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. അതെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ സവാരി മൃഗത്തെ തൻ്റെ കൂടെ നിർത്തുമോ? ഒരു രാജാവ് നിർത്തിയല്ല. എന്നാൽ ഈശോ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തന്നോട് ചേർത്ത് നിർത്തും. ഹല്ലേലൂയ! എന്നെ നിങ്ങളെയും ചേർത്ത് നിർത്തും. അതാണ് ഈശോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വീണ്ടും ഈശോ എന്താണ് ചെയ്യുന്നത്? ചേർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് 2 കഴിവുകൾ ഉണ്ടായിരിക്കണം, 2 യോഗ്യതകൾ. അതാണ് യേശയ്യ 66:2 വചനം. നമ്മുടെ 2 യോഗ്യതകൾ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും. മക്കളെ ഒന്നുകൂടെ വായിച്ചേ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കേ. ഒന്ന് കണ്ണു തുറന്ന് വായിച്ചേ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കേ. കണ്ടോ, 2 യോഗ്യത. എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എളിമയോടുകൂടി വചനം സ്വീകരിക്കുക, അതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ ഫിസിക്കൽ ഷിവറിങ് അല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ എളിമ ഉണ്ടായിരിക്കുക, അനുതാപം. ഞാൻ ഇതേ വേദിയിൽ പല പ്രാവശ്യം ആവർത്തിച്ചു. അനുതാപം എന്ന് പറയുന്നത് തിന്മയുടെ വൃക്ഷത്തിൻ്റെ ശാഖ മുറിക്കുന്നതല്ല, ചില്ല വെട്ടുന്നതല്ല, ഇല തല്ലിക്കൊഴിക്കുന്നതല്ല, ചവറിറക്കുന്നതല്ല, ചപ്പൊടിക്കുന്നതല്ല. പിന്നെയോ തിന്മയാകുന്ന വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വെച്ച് മുറിക്കുക. ഇതാണ് ഹൃദയ പരിച്ഛേദനം, മാനസാന്തരം, അതുപോലെ തന്നെ ഹൃദയം നുറുങ്ങുക, അതുപോലെ ഹൃദയം കീറുക, രക്തം പൊടിയാത്ത രക്തസാക്ഷിത്വം. ഇതാണ് സഹനം എന്ന് പറയുന്നത്. ഇതാണ് മുറിവ്. ഹല്ലേലൂയ! ആത്മീയ തല മുറിവ് എന്ന് പറയുന്നതാണ്. യേശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മുറിവ് വെച്ച് കെട്ടണം, മുറിവ് വെച്ച് കെട്ടണം. അങ്ങനെയാണെങ്കിൽ മുറിവ് എങ്ങനെയാണ് വെച്ച് കെട്ടേണ്ടത്? അതിന് പ്രത്യേക സൈസ് വസ്ത്രം വേണം. ഈ വസ്ത്രം വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ വസ്ത്രം എന്നോട് വാങ്ങുക. അതെ, വിശുദ്ധിയുടെ വസ്ത്രം എവിടെ കിട്ടും? വിശുദ്ധി അങ്കി അണിഞ്ഞവരിൽ നിന്ന് കിട്ടും. അതെവിടെ കിട്ടും? അത് പാപമോചന വേദിയിൽ കിട്ടും. നീ പാപമോചന വേദിയിൽ നിന്റെ പാപമേറ്റു പറയുമ്പോൾ വിശുദ്ധനായവൻ തൻ്റെ അങ്കി കൊണ്ട് നിന്നെ പൊതിഞ്ഞ് അങ്കി നിനക്ക് നൽകും. ഹല്ലേലൂയ! ഈ അങ്കി കൊണ്ട്, വിശുദ്ധ വസ്ത്രം കൊണ്ട് നീ ആ മുന്തിരി വള്ളിയോട് ചേർത്ത് കെട്ടണം. കെട്ടിക്കഴിയുമ്പോൾ മുന്തിരി വള്ളിയിൽ നിന്നും നിന്നിൽ നിന്ന് ശക്തി, കൃപ, അഭിഷേകം,
അനുഗ്രഹം നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെ, പൗലോസ് അപ്പസ്തോലൻ ബലഹീനതകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മാറണമേ. അപ്പോൾ ഒരു വചനം 2 കോരിന്തോസ് 12:9 പറയുന്നുണ്ട്, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. ഹല്ലേലൂയാ. അപ്പോൾ എങ്ങനെയാണ് ഈ ശക്തി? ഈ മുന്തിരിച്ചെടിയിൽ നിന്നാണ് വരേണ്ടത്. വിശുദ്ധ വസ്ത്രം കൊണ്ട്, ആ ശുദ്ധതയാകുന്ന വസ്ത്രം കൊണ്ട് ഏതൊരു വ്യക്തി ഹൃദയത്തിൽ അനുതാപം, പാപത്തെ അതിൻ്റെ സാഹചര്യത്തോടു കൂടി ഉപേക്ഷിക്കുക. വേദനാജനകമാണ്, ആത്മീയ തലത്തിൽ അത് വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ, എങ്കിൽ മാത്രമേ ദൈവാനുഭവം ഉണ്ടാകുകയുള്ളൂ, വിശുദ്ധി നിന്നിലേക്ക് ഒഴുകുകയുള്ളൂ. ചപ്പൊടിക്കുകയോ ചില്ല വെട്ടുകയോ സൂത്രപ്പണി ചെയ്യുകയോ ചെയ്താൽ ഈ തൈത്തണ്ടിനോട് ചേരുകയില്ല. നിങ്ങൾക്കറിയാമോ, ബഡ് ചെയ്യുമ്പോൾ ആ നല്ല ബഡ്ഡിങ് അറിയാവുന്നവൻ ആ മുകളമെടുത്ത് ചെടിയിൽ വെച്ചിട്ട് വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടും. എങ്കിലേ അത് പിടിക്കുകയുള്ളൂ. എങ്കിൽ ആ ജീവചൈതന്യം നിന്നിലേക്ക് ഒഴുകും, കൃപയൊഴുകും, ശക്തിയൊഴുകും. അതെ, ലൂക്ക 6:19 പറയുന്നു, അവരിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. ഹല്ലേലൂയാ. ആ ശക്തി 2000 വർഷങ്ങൾക്ക് മുമ്പ് രോഗികളിലേക്ക് ഒഴുകിയ ശക്തി ഇന്ന് മോനെ നീ നിന്റെ ജീവിതം വിശുദ്ധ അങ്കി കൊണ്ട് ആ തൈത്തണ്ണോട് ചേർത്ത് കെട്ടിയാൽ നിന്നിലേക്ക് ഒഴുക തന്നെ ചെയ്യും. കാരണം സസ്യലോകത്ത് ബഡ്ഡിങ് ഫലപ്രദമായി ചെയ്താൽ ആ സസ്യം പിടിക്കുമെന്നുള്ളത് ഒരു നാച്ചുറൽ ലോ, സസ്യലോകത്തെ നിയമമാണ്. എങ്കിൽ ആത്മീയ ലോകത്തെ നിയമമാണ്. മകനെ, നീ വിശ്വാസത്തോടു കൂടി വിശുദ്ധിയുടെ വസ്ത്രം കൊണ്ട് ആ മുന്തിരിച്ചെടിയിലേക്ക് നീ ഒന്ന് കെട്ടിവെച്ചാൽ ആ മുന്തിരിച്ചെടിയുടെ സ്വഭാവം നിന്നിലേക്ക് വരും. ഇത് ആത്മീയ മേഖലയിലെ സത്യമാണ്. തമ്പുരാൻ പറഞ്ഞ സത്യമാണ്. അവനേറെ ഫലം പുറപ്പെടുവിക്കും. നീ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ 3 പ്രാവശ്യം കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ വിശുദ്ധിയുടെ വസ്ത്രമെടുത്ത് ആത്മീയ തലത്തിൽ ത്യാഗത്തോടുകൂടി മുറിവ്, അതായത് പരിച്ഛേദനത്തിൻ്റെ മുറിവെടുത്തുകൊണ്ട് തൈത്തടിയോട് കെട്ടുന്ന ഒരു വലിയ സമൂഹം ഈ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൊച്ചുത്രേസ്യ പറഞ്ഞു, അന്ത്യകാലങ്ങളിൽ അതിശക്തമായ വിശുദ്ധിയുള്ള അനേകം ആത്മാക്കളെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. കാലഘട്ടത്തിൻ്റെ 1-ാം മണി മുഴങ്ങിക്കഴിഞ്ഞു മക്കളെ. ഭിക്ഷക്കുരന്മാർക്ക് ചികിത്സിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗങ്ങൾ, ഇത് 1-ാം മണിയുടെ അനുഭവം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. എന്നെയും കെട്ടുവാനായിട്ട് ഇന്നലെ വരെ നീ കളിപ്പിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ, ചില്ലിയൊടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാപട്യം മാറ്റി വിശുദ്ധിയുടെ വെള്ളവസ്ത്രം അടുപ്പിച്ചുകൊണ്ട് നീ ആ ഒരു പുതിയ വ്യക്തിയായി തീരൂ. പ്രിയപ്പെട്ടവരെ, കഞ്ചിക്കോട് ശുശ്രൂഷയിൽ ആരംഭിച്ചത് സുഗന്ധാഭിഷേക അനുഭവം കൊണ്ടാണ്. ധാരാളം ആൾക്കാർക്ക് 96 മുതൽ തുടർന്നുള്ള 7 വർഷങ്ങളിൽ മരിയൻ ധ്യാനങ്ങളിലൂടെയും അവിടെ വന്ന് പ്രാർത്ഥിച്ചവരിലൂടെയും ഈ സുഗന്ധാഭിഷേകം കിട്ടി. ഇന്ന് 5 ഭൂഖണ്ഡങ്ങളിലിരുന്ന് ലൈവായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ വർഷങ്ങൾക്ക് മുമ്പ് 19-20 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കൂടിയ മരിയൻ ധ്യാനത്തിൻ്റെ ആ സുന്ദരമായിട്ടുള്ള അനുഭവം നിങ്ങൾ ഇറക്കുന്നുണ്ട്. പച്ചകടാത്ത അനുഭവമായിട്ട് ഈ സുഗന്ധാഭിഷേകം മാതാവ് നൽകിയപ്പോൾ 2 ഉദ്ദേശമുണ്ടായിരുന്നു. 1, മാതാവിൻ്റെ സാന്നിധ്യം, മാതൃ സാന്നിധ്യം. 2, നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുടെ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. മക്കളെ, അതെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. അത് സംഭവിക്കണം നമ്മളിലൂടെ. എപ്പോൾ നീ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം തമ്പുരാനിൽ നിന്ന് വാങ്ങി അത് യേശുവാകുന്ന ആ മുന്തിരിച്ചെടിയോട് നീ കെട്ടണം. കെട്ടുമ്പോൾ നിന്നിലൊരു മുറി ഉണ്ടായിരിക്കണം. അതാണ് അനുതാപം എന്ന് പറയുന്നത്. അങ്ങനെ കെട്ടിയാൽ ഇനിയും സമയമുണ്ട് മകനെ. താത്താൻ പലപ്പോഴും നിരാശ കൊണ്ടുവരും, എനിക്ക് ഇനി രക്ഷയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞകാല ദുഃഖങ്ങൾ, വേദനകൾ, പാപങ്ങൾ, തകർച്ചകൾ, ചെറുതും വലുതുമായ തിന്മകൾ. ഒന്നും പേടിക്കേണ്ട, അമ്മ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്, നിറഞ്ഞു നിൽക്കുകയാണ്. അമ്മ ഇന്ന് പറയുകയാണ് ശക്തമായി, മകനെ നീ ഇത് പറയോ. ഇനിയും അനേകം വിശുദ്ധാത്മാക്കൾ എഴുന്നേൽക്കേണ്ടതുണ്ട്. സാത്താൻ നിരാശപ്പെട്ട് ഒത്തിരി പേരെ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവരെഴുന്നേൽക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കിനിയും സമയമുണ്ട്. ഒരൊറ്റ നിമിഷം മതി. ലോർഡ് പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ്. നിനക്ക് തരും. വീണ്ടും നല്ല മുന്തിരിയിലേക്ക് നിന്നെ കെട്ടും. അതെ, നീ അവിടെ ഒരു കഴുതയായിട്ട് നിന്നാൽ മതി. നീ കുതിരയാകരുത്. പൗലോസ് അപ്പോസ്തലൻ കുതിരപ്പുറത്തു നിന്ന് വീണപ്പോഴാണ് അനുഭവം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, കുതിരയാകരുത്. ഇന്ന് റാണി അവസാനം വായിക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ?
അതിപ്രകാരമാണ് തെറ്റായ മൂല്യങ്ങൾ ഏറ്റുവാങ്ങി കുതിരയേക്കാൾ വേഗത്തിൽ പായുന്ന യുവജനങ്ങളെ നിങ്ങൾ തിരിച്ചു വരുവിൻ. കുതിരയേക്കാൾ വേഗത്തിൽ പായുന്ന യുവജനം തെറ്റായ മൂല്യങ്ങൾ ഏറ്റുവാങ്ങി ദൈവം നൽകിയ സുബോധത്തെ മദ്യത്തിലും മയക്കുമരുന്നിലും നശിപ്പിച്ച് കുതിരയേക്കാൾ വേഗത്തിൽ പോകുന്ന യുവജനമേ, മോനെ, നീ ഒരു കഴുതയായെങ്കിൽ മാത്രമേ ദൈവസ്നേഹത്തിൻ്റെ ഭ്രാന്ത് നിന്റെ തലയിലേക്ക് കയറുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ശക്തി നിന്റെ ഹൃദയത്തിലേക്ക് കയറുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ശക്തി നിന്റെ കണ്ണിലേക്ക് കയറുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ശക്തി നിന്റെ സ്നായുക്കളിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക് കയറുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ഭ്രാന്ത് നിനക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നീ ഒരു കഴുതയായി തീരണം. അതിന് തയ്യാറാണെങ്കിൽ, അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്, തയ്യാറാണെങ്കിൽ കൂടുതൽ ഫലം നിന്നിൽ നിന്നും കർത്താവ് ഇനിയുള്ള വൈകിയ വേളയിൽ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. കർത്താവിനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, വിശുദ്ധിയുള്ള അനേകം ആത്മാക്കൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സുഗന്ധാഭിഷേകം അമ്മ പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ വിശുദ്ധിയുള്ള നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. അമ്മയ്ക്ക് ഇനിയും പ്രതിനന്ദിയായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. നഷ്ടപ്പെടുത്തരുതേ പ്രിയപ്പെട്ടവരെ. വിശുദ്ധി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അസാധാരണമായ ഒരു കൃപയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. കാരണം നമ്മുടെ കാൽപാദത്തിനടിയിലുള്ള മണ്ണ് പോലും യാചിക്കുകയാണ് നിന്നിൽ നിന്നും വിശുദ്ധി സ്വീകരിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കുവാനായിട്ട്. നീ നിൽക്കുന്ന ഭൂമി പോലും അനുഗ്രഹമായി തീരും. ആ മുന്തിരിച്ചെടിയിൽ നിന്നും വിശുദ്ധിയുടെ അഭിഷേകം നിന്നിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ, ഇന്നലെ വരെ നീ പരാജയപ്പെട്ട മേഖലകളിൽ നീ വിജയിക്കുമ്പോൾ, നിന്നിലൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, നീ നിൽക്കുന്ന പ്രതലം വിശുദ്ധീകരിക്കപ്പെടും. നീ നിൽക്കുന്ന മണ്ണ് വിശുദ്ധീകരിക്കപ്പെടും. നിന്റെ വീട് വിശുദ്ധീകരിക്കപ്പെടും. നിന്റെ വീടിൻ്റെ ചുമരുകൾ വിശുദ്ധീകരിക്കപ്പെടും. നിന്റെ വീടിൻ്റെ മച്ച് വിശുദ്ധീകരിക്കപ്പെടും. നിന്റെ ചുറ്റുപാടുകൾ വിശുദ്ധീകരിക്കപ്പെടും. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നു, വിശുദ്ധി അജയ്യമായ പരിചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടനേത് കൂരമ്പ് വിട്ടാലും തട്ടി തൂരക്കളയും. കാരണം വിശുദ്ധി അജയ്യമായ പരിചയാണ്. മകനെ, കാലഘട്ടത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധിയിലേക്ക് കടന്നു വരാം. നീ കുതിരയാകരുത്. കുതിര മുന്തിരിവള്ളി നശിപ്പിക്കും. കുതിര മുന്തിരിത്തോട്ടം നശിപ്പിക്കും. എന്നാൽ കഴുത എന്ന് പറയുന്ന ജീവിയല്ല, എളിമയും അതുപോലെ തന്നെ അനുതാപവുമുള്ള വ്യക്തി. അതാണ് ഞാൻ ആ കഴുത എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ വെറും കഴുതയല്ല. എളിമയും അനുതാപവുമുള്ള വ്യക്തി ആയി തീരൂ. അവൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിൽക്കൂ. കർത്താവ് വൻ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കും. കഞ്ചിക്കോട് ശുശ്രൂഷയുടെ ഇന്നത്തെ ദിവസം, കഞ്ചിക്കോട് ശുശ്രൂഷയുടെ ആ സബ്സ്റ്റൻസ് എന്തെന്ന് ചോദിച്ചാൽ വിശുദ്ധിയുള്ള ആത്മാക്കൾ. മക്കളെ, കഴിഞ്ഞ 55 ദിവസമായി തുടർച്ചയായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 കാര്യമേ പറയാനായിട്ടുള്ളൂ. ജപമാല പ്രാർത്ഥന മുടക്കരുതേ. വഴിപോക്കരാരെങ്കിലും എന്തെങ്കിലും അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അമ്മയെ ഉപേക്ഷിക്കരുതേ. 3-ാമതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുള്ള നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയക്കുറവുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ശുശ്രൂഷയ്ക്കായിട്ട് റാണി പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷെക്കേനയുടെ ആത്മീയ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റാണിയുടെ സന്ദേശം അവസാനം ഉള്ള ഒരു 8 മിനിറ്റ് നമ്മൾ കേൾക്കും. അതിനുശേഷം റാണി ലൈനിൽ വന്ന് വീണ്ടും ആ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്തായിരിക്കും. അതിനുശേഷം നമ്മൾ ആരാധന അപ്പോഴാണ് ക്രമീകരിച്ചിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ജപമാല ഭക്തിയിലും ദിവ്യകാരുണ്യത്തിലും വചനത്തിലും ഉപവാസത്തിലും തീക്ഷ്ണതയുള്ളവരാകുക. നരകത്തിലെ നക്ഷത്രം എൻ്റെ നക്ഷത്രങ്ങളുടെ മുദ്രയെ നശിപ്പിക്കാൻ ഓടി നടക്കുമ്പോൾ, മക്കളെ, അന്ധകാരത്തിൽ ആണ്ടുപോയി നിങ്ങൾ വിശ്രമിക്കരുത്. സാത്താൻ തീക്ഷ്ണമതിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കൾ വിശ്രമിച്ച് സുഖനിദ്രയിൽ കഴിയരുത്. ഉണരണം, ഉണരേണ്ട സമയമായി. തെറ്റായ മൂല്യങ്ങൾ പകർന്നു വാങ്ങി കുതിരയേക്കാൾ വേഗത്തിൽ പായുന്ന യുവജനങ്ങളെ, സുബോധമുള്ളവരാകുക. ഹല്ലേലൂയ.
യുവജന പ്രസ്ഥാനങ്ങളും യുവജനങ്ങൾക്ക് ബോധ്യങ്ങൾ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പലതിലും നന്മയാണോ, മൂല്യമുള്ള കാര്യങ്ങളാണോ പകർന്നു കിട്ടുന്നത്? അവർ കുതിരയേക്കാൾ വേഗത്തിലാണ് പായുന്നത് എന്നാണ് അവരുടെ ചിന്ത. പക്ഷേ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ അതെവിടെയെങ്കിലും പോയി പതിക്കും. യുവജനങ്ങളോട് കൂടെയാ പരിശുദ്ധ അമ്മ പറയുന്നേ. പൈതങ്ങളോടെന്ന പോലെ അമ്മ സംസാരിക്കുന്നു. യുവജനങ്ങളോട് അമ്മ പ്രത്യേകമായി പറയുന്നു, തെറ്റായ മൂല്യങ്ങൾ ബുദ്ധിയിൽ പകർന്നു വാങ്ങിയിട്ട്, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന എല്ലാ എച്ചിലുകളും വാങ്ങിയിട്ട് നീ കുതിരയേക്കാൾ വേഗത്തിൽ പായുന്നു എന്ന് ചിന്തിക്കുന്ന യുവാവേ, യുവതി, നിനക്ക് തെറ്റി. നന്മയുടെ മൂല്യങ്ങൾ നിറയ്ക്കാൻ ദൈവം നിനക്ക് തന്നിട്ടുള്ള ബുദ്ധി, അറിവ്, കഴിവ്, ആലോചന എല്ലാം നന്മയുടെ മൂല്യങ്ങൾ കൊണ്ട് നിറച്ചിട്ട് ദൈവത്തിൻ്റെ വക്താവായിട്ട് ജീവിക്കു കുഞ്ഞേ. നീ അതിൽ അഭിമാനിക്കണം, നീ അതിൽ ലജ്ജിക്കരുത്. കാരണം നിത്യരക്ഷ നിന്നിലൂടെ നിനക്കും ലോകത്തിനും കൈവരേണ്ടിയിരിക്കുന്നു. കണ്ണുനീരോടെ അവസാനം അമ്മ പറയാ, അവസാനം കണ്ണുനീരോടെ ഇത്രയും പറഞ്ഞ് അമ്മ കരഞ്ഞു. അവസാനം അമ്മ പറയാ, കണ്ണുനീരോടെ ഈ അമ്മ മനം നൊന്ത് പറയുന്നു. മനസ്സ് നോവുമ്പോഴാണ് അമ്മ കരയുന്നത്. അത്ഭുതം കാണുന്നവർക്ക് അത് മനസ്സിലാകില്ല അമ്മ എന്തിനാ കരയുന്നതെന്ന്. അമ്മ കരയുന്നത് മനസ്സ് നൊന്തിട്ടാണ്. അമ്മ പറയുന്നു, ലോകമക്കളെ, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുക. വിശുദ്ധിയിൽ 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 മാനസാന്തരപ്പെട്ട്, ഏതൊരു പാപിക്കും പരിശുദ്ധനും മാനസാന്തരം ആവശ്യമാണെന്ന് പറഞ്ഞ അമ്മ പറയാ, പാപി മാനസാന്തരപ്പെട് വിശുദ്ധിയിലേക്ക്, വിശുദ്ധ നീയും മാനസാന്തരപ്പെട് ഉപരി വിശുദ്ധിയിലേക്ക്. വിശുദ്ധിയിൽ ജീവിക്കുക. മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ കർത്താവിലേക്ക് മടങ്ങുക. ഓരോ നിമിഷത്തിലും മനസ്സിരുത്തി ഒന്ന് ധ്യാനിക്ക്. എവിടെയാണ് മാറ്റം വരേണ്ടത്? എൻ്റെ ചിന്തയിൽ, പ്രവൃത്തിയിൽ, തീരുമാനത്തിൽ, എല്ലാറ്റിലും ക്രിസ്തുവിൻ്റെ കുരിശ്. അമ്മ വലിയൊരു കാര്യം ചെയ്യാൻ പോകാട്ടോ. എല്ലാവരും കരങ്ങൾ കൂപ്പി ഹൃദയം തുറന്ന് ഈ സന്ദേശം കേൾക്കണമേ. ക്രിസ്തുവിൻ്റെ കുരിശ് പരിശുദ്ധാത്മ ശക്തിയാൽ എല്ലാ ഹൃദയങ്ങളിൽ നട്ടുവളർത്താൻ ഈ അമ്മയെ അനുവദിക്കുക. അമ്മ അത് ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കുരിശ്, ഭോഷത്വത്തിന്റെ എന്ന് ലോകം പറയുന്ന ക്രിസ്തുവിന്റെ രക്ഷയുടെ അടയാളമായ കുരിശ്, ക്രിസ്ത്യാനിയുടെ രക്ഷയുടെ അടയാളമായ കുരിശ്, അതിലെ സന്ദേശം സന്തോഷമാക്കി മാറ്റണമെന്ന് നമ്മോട് പറഞ്ഞ അമ്മ പറയാ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ കുരിശ് എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധ അമ്മയുടെ കുഞ്ഞേ, നിന്റെ ഹൃദയത്തിൽ അമ്മ നാട്ടിയിരിക്കുന്നു. കാരണം നിനക്കതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ആ വഴി നീ സ്വീകരിക്കാൻ ശക്തി പകരാൻ അമ്മയുണ്ട് കൂടെ. അമ്മയെ നീ അനുവദിക്കണം. അവസാനത്തെ ഒരു ചെറിയ 2-3 സെന്റൻസുകൾ. കുഞ്ഞുങ്ങളെ, അമ്മയോട് പറഞ്ഞോ, എന്തോ അമ്മയെന്ന് ചോദിച്ചോ? കണ്ണുകളടയ്ക്കാം, നമുക്ക് കണ്ണുകളടയ്ക്കാം. കരങ്ങൾ കൂപ്പിയിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ചാരയിരിക്കുന്ന ഒരു പാവപ്പെട്ട മകനാണ്, മകളാണ് ഞാൻ എന്ന ബോധ്യത്തില് അമ്മയുടെ വിളി കേൾക്കാം. കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അപകടങ്ങളുടെ വക്കിൽ ജീവിക്കുന്ന നിങ്ങളോടൊപ്പം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം, ഇവിടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളോടൊപ്പം യേശുവിൻ്റെ രക്ഷയുമായി ഈ അമ്മയുണ്ട്. ഹല്ലേലൂയ. പ്രകാശ സൂര്യനായ യേശു തൻ്റെ രക്ഷയുടെയും കരുണയുടെയും രശ്മികളെ പ്രതിബിംബിച്ചുകൊണ്ട് സദാ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, അമ്മ പറഞ്ഞതെല്ലാം പറഞ്ഞു. അമ്മേ, 51 സന്ദേശങ്ങൾ
ഈ കൊച്ചു കേരളത്തിന് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയാണെന്ന് അമ്മ പറഞ്ഞില്ലേ? അമ്മയുടെ മകൾക്കത് പറയാൻ സാധിച്ചു. അമ്മേ നന്ദി, സ്വർഗത്തിന് നന്ദി, ഈശോയ്ക്ക് നന്ദി, മറിയൗസേ പിതാവേ നന്ദി. ലോകം മുഴുവനും അന്ധകാരത്തിൽ ആണ്ടുപോകുമ്പോൾ വെളിച്ചത്തിന്റെ നുറുങ്ങുവട്ടം പകർന്നു തരുന്ന പിളർക്കപ്പെട്ട ഹൃദയത്തിന്റെ ആഗ്രഹം സംഭവിക്കട്ടെ, സഫലമാകട്ടെ. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ നിറഞ്ഞ വിശുദ്ധിയുടെ നിറവ് ലോകം മുഴുവനിലേക്കും ഒഴുക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണം. ഈ ഷെക്കേന ടിവിയിലൂടെ അമ്മയുടെ ദൗത്യത്തിനൊരു പൊൻതൂവല് ചാർത്താൻ അമ്മ അനുവദിച്ചതിന് നന്ദി. ഈ ഒരു മാധ്യമം മനുഷ്യന്റെ ബുദ്ധിയിലോ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതല്ല എന്ന് ഇതിനാൽ തന്നെ ലോകം തിരിച്ചറിയട്ടെ. ദൈവീക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, വെളിച്ചം പകരുന്ന, ശക്തി പകരുന്ന ശാലോം, ഗുഡ്നസ് സ്വദേശത്തും വിദേശത്തുമായിട്ടുമുള്ള എല്ലാ മാധ്യമങ്ങളും ഇനിയും തുടങ്ങാനിരിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെ നിറവിൽ യേശുവിൻ്റെ കുരിശിന്റെ മുദ്രയാൽ അനുഗ്രഹീതമാകട്ടെ. ലോകം മുഴുവനും ദൈവസന്നിധിയിലേക്ക് കരങ്ങളുയർത്തി വിശുദ്ധമായ ചിന്തകളോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം ലഭിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 4:30 പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷ്മതയോടെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ കരങ്ങളും ഹൃദയങ്ങളും ദൈവത്തിൻ്റെ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവം പ്രവർത്തിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ലോകത്ത് സംഭവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, അമ്മയുടെ ഹൃദയത്തിലേക്ക് ചാരിക്കിടന്നുകൊണ്ട്, അമ്മയുടെ ഹൃദയത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ഹൃദയസ്പന്ദനം സ്വീകരിച്ചുകൊണ്ട് ലോകം മുഴുവനും കത്തട്ടെ, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ കത്തട്ടെ, എരിയട്ടെ, എരിയട്ടെ. ചാമ്പലാകേണ്ട എല്ലാ തിന്മകളും ചാമ്പലാകട്ടെ. എരിയപ്പെടേണ്ട ജീവിതങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിൽ എരിയട്ടെ, സഹനത്തിൽ എരിയട്ടെ, സഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ദിവ്യകാരുണ്യ അധിഷ്ഠിതമായ ജീവിതം, ജപമാല, പ്രാർത്ഥന, വചനനുസരിച്ചുള്ള ജീവിതം, കുംഭസാരം, ഉപവാസം, അഞ്ചായുധങ്ങളിലൂടെ ദൈവീക മഹത്വത്തിലേക്ക് മനുഷ്യാത്മാക്കൾ പറന്നുയരട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ആവേ മരിയ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ ഓഗസ്റ്റ് 22 പരിശുദ്ധ അമ്മയുടെ രാജ്ഞീപദ തിരുനാൾ ദിനം. ആ ദിനം മക്കൾക്ക് ഏറ്റവും സന്തോഷപ്രദദായകമാണ്. കാരണം മക്കളുടെ അമ്മ രാജ്ഞിയായി ഉയർത്തപ്പെട്ട ദിവസമാണ്. അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്നുകൊണ്ട് അമ്മയുടെ മക്കൾ ആനന്ദിക്കുകയാണ്. കാരണം അമ്മയുടെ ആത്മാവ് എപ്പോഴും ദൈവത്തിൽ ആനന്ദിച്ചിരുന്നല്ലോ. പരിശുദ്ധ അമ്മേ, ഈ ആനന്ദം ഭൂമിയിലും സ്വർഗത്തിലും അനുഭവിക്കുവാൻ അമ്മയുടെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് കൃപ വാങ്ങി നൽകണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ യേശുക്രിസ്തുവിൻ്റെ അമ്മ രാജ്ഞിയാണെന്ന് സ്വർഗം അംഗീകരിച്ചു എന്ന് സഭ വിശ്വസിച്ചുകൊണ്ട് സഭാമക്കൾക്ക് അമ്മയുടെ രാജ്ഞി പദ തിരുനാൾ ആഘോഷിക്കുവാൻ അനുവാദം ലഭിച്ചു. ആ ദിനത്തിൻ്റെ സന്തോഷത്തിലാണല്ലോ നമ്മളൊക്കെ. ഞാനും അതെ. ബഹുമാനപ്പെട്ട അബ്രാഹച്ചൻ ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 19 വർഷം മുൻപ് 2002 ഓഗസ്റ്റ് 22 അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ളത്, പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന ദിവസമാണിന്ന്. 51ാം സന്ദേശം പരിശുദ്ധ അമ്മ നൽകിയത്. അതേക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ ദിവസങ്ങൾ അത്രയും, ഈ 55ാമത്തെ ദിവസം വരെയും നാം കേട്ടതും ധ്യാനിച്ചതും എന്താ? കേട്ടിട്ടുള്ളതും കേൾക്കാനിരിക്കുന്നതുമാണോ? കേൾക്കേണ്ടതല്ലേ? നമ്മളല്ലേ കേൾക്കേണ്ടത്? നമ്മൾ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കാനാ? അതേ മക്കളെ, പരിശുദ്ധ അമ്മയുടെ മക്കൾ കേട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനമില്ല. അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞത്, മക്കളെ മനം നൊന്ത് ഞാൻ പറയുന്നു എന്ന്. എത്ര സങ്കടപ്പെട്ടിട്ടായിരിക്കും അമ്മ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അമ്മയുടെ സങ്കടം നമുക്ക് തീർക്കണം. ഒരിക്കലും ഓടിപ്പോകാതെ ഓടിക്കിതച്ചണയാനുള്ള ഒരു വെമ്പലും കൊതിയും, പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വരാനുള്ള ഒരു കൊതി അമ്മയുടെ മക്കൾക്കുണ്ടാകണം. അമ്മയുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എത്ര തിന്മയും എത്ര വലിയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അപരാധങ്ങളും ബലഹീനതകളും ഉള്ളവരാണെങ്കിലും അമ്മ പറയുന്നുണ്ട്, ഒരു മറുവാക്ക് പറയാതെ, ഒരു മറുനോട്ടം നോക്കാതെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാൻ എന്നോട് യേശു പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചെയ്തിരിക്കുമെന്ന്. അമ്മ അതുകൊണ്ടാ ഈ 55 ദിവസത്തെ ശുശ്രൂഷ, വലിയ ശുശ്രൂഷ ഒരുക്കി തന്നത്. നമ്മൾ വലിയവരാകാൻ, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ പറിച്ചു നടാൻ. അമ്മയ്ക്കറിയാവുന്ന ഒരു വഴിയേ ഉള്ളൂ, അത് പുത്രൻ്റെ വഴിയാണ്. പുത്രൻ്റെ വഴി ഏതാ? അത് കുരിശിൻ്റെ വഴിയാണ്. പുത്രനെ പിരിഞ്ഞുള്ളൊരു ജീവിതം അമ്മയ്ക്കില്ല. യേശുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും അലിഞ്ഞു ചേർന്നൊരു ഹൃദയമാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത്. ആ ഹൃദയത്തിൽ ഞാനും നിങ്ങളുമുണ്ടെന്ന് 51 സന്ദേശങ്ങളിലൂടെയും അമ്മ നമ്മെ ഓർമ്മിപ്പിച്ചു. ആ ഓർമ്മപ്പെടുത്തൽ അനുഭവമാക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. ശേഷിക്കുന്ന ജീവിതം ഒരു ദിവസമായിക്കൊള്ളട്ടെ, ഒരു മണിക്കൂറായിക്കൊള്ളട്ടെ, ഒരു മാസമായിക്കൊള്ളട്ടെ, ഒരു വർഷമായിക്കൊള്ളട്ടെ, എത്രയായാലും നമ്മൾ ഓർക്കുക, നമ്മുടെ അന്ത്യം ഏതു നിമിഷത്തിലുമാകാം. ആയതിനാൽ ഇപ്പോൾ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. 55 ദിനങ്ങളിലും നമ്മൾ കേട്ടില്ലേ ഒരുക്കമുള്ളവരായിരിക്കുക, നിത്യതയെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കുക, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെ പിന്തുടരാതെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക. അതിന് നാം എന്ത് ചെയ്യണം? പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. 51 സന്ദേശങ്ങളുടെ കാതലാണിത്. അമ്മ പറഞ്ഞു തന്നു, മക്കളെ, നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് 5 ആയുധങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 1 വിശുദ്ധ കുർബാന,
2 കുംഭസാരം എന്ന കൂദാശ, 3 ജപമാല പ്രാർത്ഥന, 4 ഉപവാസം, 5 വചനം അനുസരിച്ചുള്ള ജീവിതം. ഇതെല്ലാം നമ്മെ പ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഈ 5 ആയുധങ്ങളെക്കുറിച്ച് ഒന്നൊന്നായിട്ട് ഞാൻ വിവരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, കാരണം ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ കേട്ടു. എങ്കിലും ഞാൻ പറയട്ടെ, പരിശുദ്ധ കുർബാന എന്ന മഹാസത്യം, കൂദാശകളുടെ കൂദാശ, പ്രാർത്ഥനയുടെ പ്രാർത്ഥന, ഒരു മനുഷ്യനും വർണ്ണിക്കാൻ പറ്റാത്ത കൃപ ചൊരിയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ കൂദാശ ഈ ലോകത്ത് ബലിയായി അർപ്പിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഇന്ന് ഇത്രയെങ്കിലും സമാധാനത്തോടെ ലോകത്തിൽ കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന പവർ ഹൗസ് ആണെന്നാ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നിരിക്കുന്നേ. നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വർഗത്തോളം ഉയർത്താനായിട്ട് സ്വർഗം സ്ഥാപിച്ച, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങിയ പരിശുദ്ധ കൂദാശയാണ് ദിവ്യ കാരുണ്യം അഥവാ വിശുദ്ധ കുർബാന. കുർബാനയാകാനും കുർബാനയേകാനും കുർബാനയിലേക്ക് വിളിക്കാനും യേശു വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നു. കുരിശിൻ്റെ വഴിയിലൂടെ ആത്മാവിൻ്റെ അവസ്ഥകളെല്ലാം, മനുഷ്യരുടെ ആത്മാവിൻ്റെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കിയിട്ട് കുരിശിൻ്റെ പാതയിലൂടെ യേശു നടന്നു നീങ്ങിയപ്പോൾ ഞാനും നിങ്ങളും യേശുവിൻ്റെ മുൻപിലുണ്ടായിരുന്നു എന്ന് സന്ദേശം ധ്യാനിച്ചപ്പോൾ നാം ധ്യാനിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം പ്രാർത്ഥിക്കുമ്പോഴും യാചിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും എല്ലാം നാം ഓർക്കേണ്ടത് എന്തെന്നോ, കുരിശ് ചുമന്നുകൊണ്ട് കർത്താവ് കുരിശിൻ്റെ വഴിയിലൂടെ നീങ്ങിയപ്പോൾ കുരിശിൻ്റെ ഭാരം അവിടത്തേക്ക് ഭാരമല്ലായിരുന്നു. തലേ രാത്രിയിൽ ചമ്മട്ടികൾ കൊണ്ട് അടിക്കപ്പെട്ട ശരീരത്തിലെ മുറിവുകളിൽ നിന്നൊഴുകുന്ന ഒരു തുള്ളി രക്തവും അവിടുന്ന് കണക്കാക്കിയില്ല, ഗവനിച്ചില്ല. ചരലിലും മണലിലും അവിടുത്തെ വലിച്ചിഴച്ചപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദന അതൊന്നും ആത്മാവിനെ നേടാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചലിപ്പിച്ചില്ല. ഒരടി പോലും തെറ്റാതെ കാൽവരിയോളം നടന്നു നീങ്ങി നമ്മുടെ കർത്താവ് നമ്മളെ ചുമലിലേറ്റിക്കൊണ്ട് അവിടുത്തെ ആശ്വസിപ്പിച്ചത് എന്താണെന്നോ, നമ്മൾ ഈ ചുമലിലുണ്ടല്ലോ, ഇവിടുന്ന് ചാടിപ്പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ കുരിശിൻ്റെ വഴി ലോകത്തിന് അന്യമായി അവഹേളനമായി മാറുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കേണ്ട. കുരിശ് ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ്, അത് കുരിശ് ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റിയാണ്. വിശുദ്ധ അൽഫോൻസമ്മ പറഞ്ഞില്ലേ, ഏതൊരു ജീവിത വിജയത്തിൻ്റെ പിന്നിലും സഹനത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഓരോ സഹനത്തിലും ക്രിസ്തു രൂപപ്പെടുന്നുണ്ട്. ഓരോ ക്രിസ്തു രൂപപ്പെടുമ്പോഴും സഹനത്തിൻ്റെ ആഴം വർദ്ധിക്കട്ടെ. കാരണം സഹനത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നിടത്താണ് സ്നേഹത്തിൻ്റെ ആഴം കൂടുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശ് ചുമക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ നാം യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നേ പറ്റൂ. യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് നമ്മെ ആരും അടിച്ചേൽപ്പിക്കുന്നൊരു കാര്യമല്ല. അത് നമുക്ക് സ്വർഗം നേടിത്തരുന്നു എന്നുള്ള വിശ്വാസവും പ്രത്യാശയും നമുക്കുണ്ടെങ്കിൽ അത് അടിച്ചേൽപ്പിക്കലല്ല. അതിന് തിരഞ്ഞെടുക്കേണ്ട വഴികൾ ഈ ദിവസങ്ങളിലെല്ലാം നാം കണ്ടു. പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം, നമുക്ക് പരിഹാരം ചെയ്യാം. കഴിഞ്ഞ നാളുകളിലേക്ക് വേണ്ടി മാത്രമല്ല, തലമുറകൾക്ക് വേണ്ടി, ഈ ലോകം മുഴുവനും വേണ്ടി, വിശ്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിരുദ്ധതകൾക്ക് വേണ്ടി, സത്യം അസത്യമായി പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾക്ക് വേണ്ടി, ദൈവിക നീതിയുടെ തുലാസ് നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ
തിന്മയെ ദ്വേഷിച്ച് നന്മയിൽ നിലനിൽക്കുവാനുള്ള എല്ലാ കൃപകളും അമ്മ മാതാവ് നമുക്ക് വാങ്ങിത്തരും. അതിനായിട്ടാണ് അമ്മ നമ്മെ ഇവിടെ ഇവിടെ ഒന്നിച്ചു ചേർത്തിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്തരത്തിൽ നാം ജീവിക്കണമെങ്കിൽ നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യം വേണം. എവിടെ നിന്നാണ് ഈ ആത്മീയ സ്വാതന്ത്ര്യം ലഭിക്കുക? ലോകത്തിൽ നിന്ന്, ലോക വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹത്തിൽ നിന്ന്, ഭൗതിക ജീവിതത്തോടുള്ള ആസക്തികളിൽ നിന്ന് മോചനം ലഭിച്ചിട്ട് ദൈവിക നന്മയിൽ വളരുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യം പതുക്കെ പതുക്കെ ലഭിച്ചു തുടങ്ങും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ വിഷമിക്കേണ്ട. നീ ഏത് പാപത്തിലാണെങ്കിലും, രോഗത്തിലാണെങ്കിലും, വേദനയിലാണെങ്കിലും പരിശുദ്ധ ദൈവമാതാവിനെ വിളിച്ചപേക്ഷിക്ക്. അമ്മ മാതാവ് കുഞ്ഞേ നിന്നെ സ്വർഗത്തിൽ എത്തിച്ചേ അടങ്ങൂ. അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും നിന്നെ കുരിശോളമല്ല എത്തിക്കുക, അതിനപ്പുറത്ത് സ്വർഗത്തിലേക്കാണ്. സ്വർഗം വാങ്ങിത്തരാൻ ഏറ്റവും യോഗ്യയായ ഒരേ ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ, രാജാവിൻ്റെ അമ്മ, പ്രഭുവിൻ്റെ അമ്മ, നമ്മുടെ രക്ഷകന്റെ അമ്മ, നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ. അമ്മ രാജ്ഞിയാണ്. അമ്മ പറഞ്ഞാൽ യേശു ഇല്ലെന്ന് പറയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം നമ്മളെക്കുറിച്ചൊന്ന്. അമ്മ എപ്പോഴും പറയും ഒരു കാര്യം, മക്കളെ, നിങ്ങളിൽ നിറഞ്ഞു നിന്നാൽ യേശുവിന് നിങ്ങളിൽ നിറയാൻ പറ്റില്ലെന്ന്. നമ്മളിൽ നിറഞ്ഞു നിന്നാൽ, വലിയ ആളായിട്ട്, വലിയ പ്രാർത്ഥനാക്കാരിയായിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ ചിന്തകളായിട്ട് നമ്മളെ നിറച്ചാൽ യേശുവിന് നമ്മളിൽ നിറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കണമേ, ഈശോ എന്നിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന്. നമ്മളിൽ നിന്ന് മോചിക്കപ്പെട്ടാലേ യേശു നമ്മളിൽ നിറയുകയുള്ളൂ. ആ മോചനമാണ് ലോകത്തിൽ നിന്നുള്ള മോചനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പക്ഷിയെ ഒരു ചെറിയ ചരട് കൊണ്ടോ വലിയ ചരട് കൊണ്ടോ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ആ പക്ഷിക്ക് സ്വാതന്ത്ര്യമില്ല പറക്കാനായിട്ട്. അതുപോലെ തന്നെയാ നമ്മുടെ ജീവിതം. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു അരുതായ്മയുടെ ബന്ധങ്ങളിലോ, മദ്യത്തിലോ, പുകവലിയിലോ, മറ്റ് ആസക്തികളിലോ, മയക്കുമരുന്നിലോ, മനുഷ്യബന്ധങ്ങളിലോ, തെറ്റായ ബന്ധങ്ങളിലോ, ദുശീലങ്ങളിലോ എന്തിലെങ്കിലും ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആരും ചിന്തിക്കേണ്ട, അത് സാരമില്ലെന്ന്. പ്രിയ ദൈവ പൈതലേ, നീ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്നു. മനുഷ്യൻ സ്വതന്ത്രനാണോ? സ്വതന്ത്രനാകണമെങ്കിൽ സൃഷ്ടാവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ അവൻ വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ലോകത്തിന്റെ സുഖങ്ങൾ വേണ്ട. നമുക്ക് വിശുദ്ധരായി ജീവിക്കണം. സ്വർഗത്തിൽ സ്വർഗാധിനാഥനോടൊത്ത്, നമ്മുടെ അമ്മ മാതാവായ രാജ്ഞിയോടൊത്ത് ആനന്ദിക്കണം. അമ്മയുടെ തിരുമടിയിൽ കിടന്ന് ദൈവസ്തുതികൾ നമുക്ക് പാടണം. വിശുദ്ധരായി ജീവിക്കണം. അതിന് നമ്മെ ഏതൊക്കെ മേഖലകളാണോ തടസ്സമായി നിർത്തുന്നത്, അതിനെയെല്ലാം പിഴുതെറിയുവാനുള്ള ആത്മീയ നിറവ് നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ആരും ചിന്തിക്കരുതേ പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ലെന്ന്. പ്രിയ കുഞ്ഞെ, നിനക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലേ? ഇല്ല എന്ന് നീ പറയുന്നെങ്കിൽ പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് നിന്റെ ജീവിതത്തിൽ എന്തോ ഉണ്ട്. ദൈവമല്ലാത്ത എന്തോ ഉണ്ട്. അതിനെ നീ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചുവെന്നും ആ സൃഷ്ടാവിലേക്ക് നീ മടങ്ങുമെന്നും ഒരു ചിന്ത പോലും സാത്താൻ തരില്ല. ആരും പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറയല്ലേ. കാരണം ജീവിതം പ്രാർത്ഥനയായാലേ അർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ. എനിക്ക് കാര്യം സാധിച്ചു കിട്ടണം, അതിന് ഞാൻ ദൈവത്തെ വിളിക്കും. എനിക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നീ ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ വിശ്വാസം നിർജീവമാണ്.
അങ്ങനെയുള്ള മക്കളാണ് പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കും, എന്നിട്ട് ഓടുന്നത് അന്ധകാരത്തിലേക്ക്, മന്ത്രവാദത്തിലേക്ക്, കൂടോത്രത്തിലേക്ക്, കണിയാന്റെ അടിയിലേക്ക് അല്ല. കുഞ്ഞെ, നീ ഓടേണ്ടത് നിന്നെ സൃഷ്ടിച്ച നിന്റെ കർത്താവിന്റെ അരികിലേക്കാണ്. അങ്ങനെ നീ ഓടിയാൽ നീ പ്രാർത്ഥനയായി മാറും കേട്ടോ. പ്രാർത്ഥനയില്ലാതെ, പ്രാർത്ഥിക്കാതെ ജീവിക്കരുത്. നിന്റെ ജീവിതം സ്വർഗവുമായി ബന്ധിപ്പിക്കുന്ന ചരടാണ് പ്രാർത്ഥന. നിന്നെ ദൈവത്തിൽ അലിയിപ്പിക്കുന്ന, ദൈവം നിന്നിൽ അലിയുന്ന വിശ്വസ്തമായ ചരടാണ് ആ പ്രാർത്ഥന. ആ ചരടിൽ നിന്റെ ജീവിതം കെട്ടിക്കോ. പരിശുദ്ധ അമ്മ നിന്നെ സ്വർഗത്തിൽ എത്തിക്കും കുഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചതിൻ്റെ വെളിച്ചത്തിലും ജീവിതത്തിൻ്റെ അനേക അവസരങ്ങളിൽ അമ്മ മാതാവ് പഠിപ്പിച്ചിട്ടുള്ളതും പറയാൻ പറഞ്ഞിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ മാത്രം, എല്ലാമല്ല കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയട്ടെ. സ്വർഗവും സ്വർഗാതിസ്വർഗവും, ആഴവും ഭൂമിയും അവൻ്റെ സാന്നിധ്യത്തിൽ വിറകൊള്ളുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗവും സ്വർഗാതിസ്വർഗവും, ആഴവും ഭൂമിയും അവൻ്റെ സാന്നിധ്യത്തിൽ വിറകൊള്ളും. ആരെക്കുറിച്ചായി പറഞ്ഞിരിക്കുന്നത്? ദിവ്യകാരുണ്യ യേശുവിനെ കുറിച്ച്. ദിവ്യകാരുണ്യം ഈ ലോകത്ത് ബലിയായി അർപ്പിക്കപ്പെടുമ്പോൾ, ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, സ്വർഗവും സ്വർഗാതിസ്വർഗവും, ആഴവും ഭൂമിയും വിറകൊള്ളുന്ന സമയത്ത്, യേശുവിൻ്റെ സൃഷ്ടിയായ മനുഷ്യ, നിനക്ക് വിറകൊള്ളൽ വരാറുണ്ടോ? വിറയ്ക്കലെന്ന് പറയുന്നത് നേരത്തെ അബ്രാഹാം വെച്ച് പറഞ്ഞതുപോലെ ഫിസിക്കൽ ഷിവറിംഗ് അല്ല. നിന്റെ തമ്പുരാനെ നീ കണ്ടതുകൊണ്ടുള്ള ആത്മാവിൻ്റെ ഉണർവ് നിനക്ക് വരാറുണ്ടോ? ഇല്ലെങ്കിൽ നീ ശ്രദ്ധിക്കുക, നിന്റെ ശ്രദ്ധ എവിടെയോ ആണ്. പ്രിയപ്പെട്ട പുരോഹിത, സ്വർഗവും സ്വർഗാതിസ്വർഗവും, ആഴവും ഭൂമിയും നാഥന്റെ സാന്നിധ്യത്തിൽ വിറകൊള്ളുമ്പോൾ, അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ ശരീരമാണെന്നും ദൈവം തന്നെയാണെന്നും അറിഞ്ഞ് നീ വിറയ്ക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങയുടെ ജീവിതത്തിലും ഒരു തിരിച്ചറിവിൻ്റെ ആവശ്യമുണ്ടെന്ന് ഓർക്കുക. പ്രിയപ്പെട്ട സമർപ്പിതേ, നീ നിന്റെ മണവാളനെ ബലിമധ്യേ കണ്ടുമുട്ടാറുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ബലി ജീവിതം, സമർപ്പണ ജീവിതം തുടങ്ങിയിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഓരോ പ്രഭാതത്തിലും നീ ബലിക്ക് പോകുമ്പോൾ നിന്റെ സൃഷ്ടാവിനെ, സ്വർഗം വിറച്ചുകൊണ്ട് ആരാധിക്കുന്ന സൃഷ്ടാവിനെ നീ കാണാറുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ കുർബാനയർപ്പണം കാണൽ മാത്രമായി ഒതുങ്ങും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിച്ചുകൊണ്ട് ദൈവിക പ്രഭ ഈ ലോകത്ത് കൊടുക്കാതെ ചതഞ്ഞ ഞാങ്ങണയെപ്പോലെ ജീവിച്ച് മരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പാപത്തിൻ്റെ വഴിയെ പോകും. പലരും പാപികളായിരിക്കാം, നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷേ ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, എന്നെ ആരും കാണുന്നില്ല, എൻ്റെ പാപം ആരും അറിയുന്നില്ല, അത്യുന്നതൻ എൻ്റെ പാപത്തെ പരിഗണിക്കുന്നില്ല എന്ന് പ്രഭാഷകൻ 23:18 പറഞ്ഞിരിക്കുന്ന ചിന്ത വെച്ചിട്ട് നീ ജീവിക്കുകയാണെങ്കിൽ, നീ പാപം ചെയ്യുകയാണെങ്കിൽ, ഒരു നാൾ അല്ല, ഈ നിമിഷം നീ കർത്താവിൻ്റെ പിടിയിലാണ്. കാരണം അവിടുത്തെ കണ്ണുകൾ 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ളതാണ്. നിന്റെ ഒരു വാക്കും അവിടുത്തേക്ക് അജ്ഞാതമല്ല, നിന്റെ ഒരു പ്രവൃത്തിയും അവിടുന്ന് അറിയാതിരിക്കുന്നില്ല. നീ നന്മ ചെയ്താലും തിന്മ ചെയ്താലും സൃഷ്ടാവിൻ്റെ കണ്ണിൽ നിന്ന് മറയുകയില്ല നീ. അതുകൊണ്ട് ഇരുട്ട് നിനക്ക് മറയല്ല, ഭിത്തികൾ നിന്നെ ഒളിപ്പിക്കുന്നില്ല.
നിന്റെ ലൗകിക സുഖങ്ങൾ അവസാനിപ്പിക്കുക. ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മയുടെ സുഖങ്ങളുണ്ടല്ലോ, അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം ദൈവ പൈതലേ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ടാകട്ടെ. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള 5 ആയുധങ്ങള് രക്ഷയുടെ കിണറുകളായിട്ട് നമുക്ക് സ്വീകരിക്കാം. അത് രക്ഷയുടെ സ്രോതസ്സുകളായിട്ട് നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ കുർബാന പവർ ഹൗസാണ്. ആ പവർ ഹൗസിൽ നിന്ന് പവർ സ്വീകരിക്കാനായിട്ട് മടി കാണിക്കരുത്. കുംഭസാരം എന്ന കൂദാശ തുറന്ന മനസ്സോടെ, തുറന്ന സമർപ്പണത്തോടെ നടത്താനായിട്ട് നീ പരിശ്രമിക്കണം. എല്ലാ ദിവസവും കുമ്പസാരിച്ചിരുന്ന വിശുദ്ധാത്മാക്കളുണ്ടായിരുന്നു. അവരൊക്കെ പാപം ചെയ്തിട്ടാണോ കുമ്പസാരിക്കാൻ പോയിക്കൊണ്ടിരുന്നേ? അവരുടെ ആത്മാവിൽ ഒരു കറുത്ത നിഴലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുമ്പോഴൊക്കെ കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിനായിട്ട് അവർ ശിരസ് നമിക്കുമായിരുന്നു. പ്രിയ കുഞ്ഞേ, കുമ്പസാരിക്കാൻ മടി കാണിക്കല്ലേ. കാരണം നീ കുമ്പസാരിക്കുമ്പോൾ നിന്റെ പാപമെല്ലാം നിന്റെ കർത്താവ് ചുമലിലേറ്റിയിട്ട് നിന്നെ സ്വതന്ത്രനാക്കി അവിടുന്ന് ബലിയർപ്പിക്കാൻ പോകുക നിനക്ക് വേണ്ടിയിട്ട്. നിന്റെ കുമ്പസാരം എന്ന കൂദാശ പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? നീ വിശുദ്ധിയോടെ ആ ബലി സ്വീകരിക്കുമ്പോഴാണ്. നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നിനക്ക് അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ പരിത്യാഗം വിശുദ്ധ കുർബാനയാണ്. കുമ്പസാരിച്ചൊരുങ്ങി ബലിയർപ്പണത്തിന് പോകണമേ. ഇത് പറയുമ്പോൾ ഒരു അനുഭവം ഞാൻ പറയട്ടെ. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ സാഹചര്യം കിട്ടുമോ അപ്പോഴൊക്കെ പറയാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുക. പല വേദികളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ശാലോമിലെ എൻ്റെ നല്ല അമ്മ എന്ന പ്രോഗ്രാമിലും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമിലൊക്കെ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര പറഞ്ഞാലും മതി വരില്ല ആ അനുഭവം. ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ കുടുംബം ഒരുങ്ങുകയാണ്. അന്ന് എനിക്ക് നല്ല ശ്വാസമുട്ടലുണ്ട്, നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം മാതാപിതാക്കളൊക്കെ പണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാനുള്ള അവരുടെ തീക്ഷ്ണതയുടെ സമയത്തൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന സമയം നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ ഓരോ കാൽച്ചുവടുകളും ഡയറിയിൽ എഴുതി നമ്മുടെ പേരിൽ അത് സ്വർഗത്തിൽ ഏൽപ്പിക്കുമെന്ന്. ഈ അനുഭവം ഉണ്ടാകുന്ന അന്ന് നല്ല ശ്വാസമുട്ടലുണ്ട്. 1.5 കിലോമീറ്ററെങ്കിലും നടന്നിട്ട് വേണം വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട്. മഴയുള്ളൊരു ദിവസവുമാണ്. അപ്പോൾ എൻ്റെ മകള് പറഞ്ഞു, അമ്മ നടന്ന് ദേവാലയത്തിലെത്തുമ്പോഴേക്കും മാലാഖയുടെ കൈ കഴച്ച് പൊട്ടും. കാരണം അമ്മയ്ക്ക് സ്പീഡിൽ നടക്കാൻ പറ്റില്ലല്ലോ, ഇതുപോലെ ശ്വാസം മുട്ടി വലിച്ചിട്ട്. സാരമില്ല മോളെ, എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥനാപൂർവം നടന്ന് കുറച്ചധികം സമയമെടുത്തു ദേവാലയത്തിലെത്തി. ദേവാലയത്തിൻ്റെ ആനവാതിൽ, മെയിൻ വാതിലുണ്ടല്ലോ, അവിടെ എത്തി എല്ലാ ദിവസവും കുരിശു വരച്ച്, ഹന്നാൻ വെള്ളം എടുത്ത് കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടക്കാനായിട്ട് എൻ്റെ വലതുകാൽ എടുത്തു വെച്ചു. ഇടതുകാൽ എടുത്ത് വയ്ക്കുന്നതിന് മുൻപ് എനിക്ക് പറ്റുന്നില്ല, ആരോ എന്നെ തടസ്സപ്പെടുത്തുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, പള്ളിയിലാകെ ഒരാളെ വന്നിട്ടുള്ളൂ. ഞാൻ വീണ്ടും ശ്രമിച്ചു, എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ കാല് പുറകോട്ട് വെച്ചു, വീണ്ടും ശ്രമിച്ചു, പല പ്രാവശ്യം ശ്രമിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. എൻ്റെ വലിയ പാപമായിരിക്കും എന്നെ ഈ ബലിപീഠത്തിനരികിലേക്ക് കൊണ്ടുപോകാത്തത് എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ആനവാതിലിന് പുറത്ത് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് കരുണയ്ക്കായി കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, എന്നെ സഹായിക്കണമേ. പുത്രൻ്റെ ബലിപീഠത്തിനരികിലേക്ക് എന്നെ അടുപ്പിക്കാത്ത എന്തെങ്കിലും തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അമ്മേ, എനിക്ക് പുത്രനിൽ നിന്ന് മാപ്പ് വാങ്ങി നൽകണമേ. എന്നോട് കരുണ തോന്നണമേ. എൻ്റെ പേരിന് കാരണഭൂതയായ വിശുദ്ധ കൊച്ചു ത്രേസ്യായെ
പ്രാർത്ഥിക്കണേ. എൻ്റെ കാവൽ മാലാഖേ, എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്വരം കേട്ടു. കുഞ്ഞേ, കണ്ണ് തുറന്ന് നോക്ക്. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് എന്തെന്നോ? നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ ദേവാലയത്തിൻ്റെ വലിയ വാതിലിൻ്റെ അടുത്തായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. അമ്മ പറഞ്ഞു, കുഞ്ഞേ, എല്ലാ മക്കളും ദേവാലയത്തിലേക്ക് ബലിയർപ്പണത്തിന് വരുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെയൊക്കെ ഒരുക്കി വിടാൻ ഇവിടെ ഉണ്ട്. ആരും അത് കാണാറില്ല, ആരും അത് ഗൗനിക്കാറില്ല. ഇപ്പോൾ നീ എന്നെ കണ്ടല്ലോ. ഇനി ദേവാലയത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ട് നീ സാധാരണ മുട്ടുകുത്താറിലിടത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്താറിലിടത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞേ, നീ നിന്റെ കണ്ണുകൾ തുറന്ന് മധുബഹായിലേക്കൊന്ന് നോക്കുക. ഞാൻ നോക്കി പ്രിയപ്പെട്ടവരെ. ഞാൻ കണ്ടത് എന്തെന്നോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അലങ്കരിക്കപ്പെട്ട ഒരു പീഠത്തില് കൃപാപൂർണനായിട്ട് സന്നിഹിതനായിരിക്കുന്നു. അവിടുത്തെ തൂവെള്ള വസ്ത്രം ദേവാലയത്തിൽ വിരിച്ചിട്ടിരിക്കുന്നു. വിരിച്ചിട്ടിരിക്കുന്ന ആ തിരുവസ്ത്രം ദേവാലയത്തിൻ്റെ 1 ഇഞ്ച് സ്ഥലത്ത് പോലും ഇല്ലാതില്ല, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടിട്ട് അമ്മ എന്നോട് പറയുവാണ്, മോളെ, നീ ഇനി നടന്ന് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ 2 കാലുകളും കൂട്ടി ഇടിക്കാൻ തുടങ്ങി. കാരണം ഞാൻ എവിടെയാ നിൽക്കുന്നത്? എൻ്റെ കർത്താവിൻ്റെ തിരുവസ്ത്രത്തിൽ ചവിട്ടിയിട്ട്. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഓരോ ബലിവേദിയിലേക്കും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നീ അണയുമ്പോൾ യേശു തിരുവസ്ത്രം വിരിച്ച് നിന്നെ സ്വീകരിക്കുവാൻ അവിടെ കാത്തിരിപ്പുണ്ട്. നിന്റെ അമ്മ മാതാവ് നിന്നെ ഒരുക്കി വിടാനായിട്ട് ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ നോക്കി നിൽപ്പുണ്ട്. വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അണയണമേ. പ്രിയപ്പെട്ട മക്കളെ, ദേവാലയത്തിൽ ഞാൻ മുട്ടുകുത്താറിലടുത്ത് പോയി മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ചു. എഴുന്നേറ്റൊന്ന് ഈശോയെ നോക്കാൻ പോലും എനിക്ക് ധൈര്യമില്ലാത്ത വിധം ഞാൻ വിറയ്ക്കുകയാണ്. എങ്കിലും ഒരു സ്വരം എൻ്റെ കാതിൽ മുഴങ്ങി, കുഞ്ഞേ, നീ എഴുന്നേറ്റ് മുട്ടുകുത്തിയിട്ട് യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്കൊന്ന് നോക്കുക. ഞാൻ നോക്കി. അപ്പോൾ ഞാൻ കണ്ടത് പറയുന്നതിനു മുൻപേ ഞാനൊരു കാര്യം പറയട്ടെ. ദേവാലയത്തിൽ ആ സമയമായപ്പോഴേക്കും കുറച്ച് മക്കളൊക്കെ വന്നിട്ടുണ്ട്. ആരെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ കണ്ടത് ഇപ്രകാരമാണ്. ഓരോ മക്കളും ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തി കുർബാനയ്ക്കായിട്ട് ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിൽക്കുന്ന വ്യക്തികളുടെ പാദം യേശുവിൻ്റെ തിരുവള്ള വസ്ത്രത്തിൽ കറകളോടുകൂടെ, പാപത്തിൻ്റെ കറകളോടുകൂടെ പതിയുമ്പോൾ ഓരോ മക്കളും യേശുവിൻ്റെ ചങ്കിലേക്ക്, ഈ ഹൃദയത്തിലേക്ക് പാപത്തിൻ്റെ അമ്പുകൾ എയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഓരോ മകനും മകളും പാപത്തോടുകൂടെ ബലിയർപ്പണത്തിനായിട്ട് ദേവാലയത്തിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ ചങ്ക് പാപശരങ്ങളേറ്റ് പിളർന്ന് തിരുരക്തം അളവില്ലാത്ത വിധത്തിൽ അവിടുത്തെ തിരുവസ്ത്രത്തിലൂടെ ഒഴുകുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, ആ തിരുവസ്ത്രം കർത്താവിൻ്റെ ശരീരം തന്നെയാണ്. ആ ഒഴുകി വരുന്ന തിരുരക്തം പോലും തിരിച്ചറിയാതെ നിസ്സംഗതയോടെ, പാപബോധമില്ലാതെ, ഒരു അനുഷ്ഠാനങ്ങളുടെ ആവർത്തനമെന്നോണം മാത്രം ബലിയർപ്പണത്തിന് നിൽക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ അരികിലേക്കും പിളർക്കപ്പെട്ട ഹൃദയവുമായിട്ട് കർത്താവ് കടന്നു വന്ന് അനുദപിക്കാൻ പറയുന്നുണ്ട്. നിന്റെ കാലിലും കെട്ടിപ്പിടിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവനോടും പറഞ്ഞിട്ടുണ്ട്. എന്താണ് കുരിശിലെ ബലി? അതല്ലേ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്നത്?
ബലിയർപ്പകനായ യേശുവല്ലേ നിത്യ സാന്നിധ്യമായിട്ട് അരുളിക്കായിൽ വെളുത്ത അപ്പത്തിന്റെ രൂപത്തിൽ സന്നിഹിതനാകുന്നത്? ആരെയാണ് ഞാൻ സമീപിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ എൻ്റെ കുമ്പസാരം കള്ളക്കുമ്പസാരമായിരിക്കും. എൻ്റെ പാപങ്ങളുടെ മറവിൽ നിന്ന് ദൈവത്തെ നോക്കിക്കാണാനായിരിക്കും ഞാൻ ബലിപീഠത്തിലേക്ക് അണയുന്നത്. പ്രിയ കുഞ്ഞെ, ഓർക്കുക, അനുതപിക്കുക. നിനക്ക് നേടിത്തരുന്ന രക്ഷയുടെ അച്ചാരമുണ്ടല്ലോ, അതാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയ്ക്ക് കുമ്പസാരിച്ച് മനസ്താപത്തോടെ പാപബോധത്തോടെ അണയണമേ. ബലിയുടെ നിമിഷങ്ങൾ മുഴുവനും അന്നത്തെ ദിവസം വലിയ അനുഭവത്തോടെ അമ്മ കാണിച്ചു തന്നു. അതെല്ലാം ഞാനിവിടെ പറയുന്നില്ല. ഓർക്കുക, നീ ബലിക്കായിട്ട് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നിന്റെ പാദങ്ങൾ വിശുദ്ധമാണോ? നിന്റെ ജീവിതം വിശുദ്ധമാണെങ്കിൽ കർത്താവിൻ്റെ തിരുശരീര രക്തം ബലിയർപ്പിച്ചത് വഴി നിനക്ക് വേണ്ടി നേടിയെടുക്കപ്പെട്ടിട്ടുള്ള പാപമോചനം നീ നേടിക്കഴിഞ്ഞു. നീ ബലിയർപ്പിക്കുമ്പോൾ നീ വെറും കൈയോടെ വരരുത്. നിനക്ക് ബലിവസ്തു വേണം. അത് നിന്റെ ജീവിതമാകണം. നിന്റെ ആഗ്രഹങ്ങളും നിന്റെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിക്കാം. പക്ഷേ നീ നിന്നെ തന്നെ കൊടുക്കണം. അതാണ് ബലി, അതാണ് ബലിയർപ്പണം. ആ ബലിയർപ്പണത്തിലൂടെ നിനക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അമ്മയ്ക്ക് കുഞ്ഞിന് അമ്മയുടെ നെഞ്ചകം, അമ്മയുടെ മാറിടം ഒരു സ്നേഹതീരമാണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിന് വിശുദ്ധ കുർബാന അർപ്പണ വേദി ആശ്വാസത്തിൻ്റെ, ജീവന്റെ, കൃപയുടെ മോചന ദ്രവ്യമായിട്ട് അനുഭവപ്പെടും. അതിനായിട്ട് ശ്രമിക്കണമേ. അപ്പോൾ കുമ്പസാരവും വിശുദ്ധ കുർബാനയും ജപമാല പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സഭയുടെ സമരകാഹളമാണെന്ന് അൽബിജേസിയൻ പാഷാണ്ഡതയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വിജയത്തിൻ്റെ കാഹളമായത് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ വിശുദ്ധ ഡൊമിനിക്കിനോട് ചേർന്ന് സഭ ആവർത്തിച്ചപ്പോഴാണ്. പ്രാർത്ഥനകളുടെ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണെങ്കിൽ പൂശപ്പെടാത്ത കരങ്ങൾ വഴി നീ അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ ജപമാല. ജപമാല ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി അമ്മയോടൊപ്പം സ്വർഗത്തിൽ ആനന്ദിക്കും. കാരണം ജപമാല നിത്യരക്ഷയുടെ അലംഘനീയമായ ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അമ്മ പറയുന്നു, മക്കളെ, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുള്ള ദൈവവുമായിട്ടുള്ള സഹവാസം ഉപവാസമാണെങ്കിലും പ്രിയ കുഞ്ഞെ, നിന്റെ അധരത്തിന് നീ ഉപവാസമെടുക്കണം. നീ എത്ര വലിയ വിശുദ്ധനാണെങ്കിലും വിശുദ്ധയാണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും മുൻവിധികളും കുറവുകളും ബലഹീനതകളൊക്കെ പറഞ്ഞിട്ട് നീ ഉപവസിക്കുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ നിന്നിൽ ദൈവം വസിക്കുന്നില്ല. നിന്റെ ഉപവാസം പൂർണ്ണമല്ല. പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, മക്കളെ, നിങ്ങൾ ഏറ്റവും അധികം ഉപവസിക്കേണ്ടത് നിങ്ങളുടെ അധരത്തിനാണെന്ന്. യാക്കോബ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, നാവൊരു തീയാണെന്ന്. അത് നശിപ്പിക്കാനും രക്ഷിക്കാനും കഴിവുള്ളതാണ്. അതുകൊണ്ട് നിന്റെ അധരത്തിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് മറ്റുള്ളവർക്ക് പൊറുക്കാൻ പറ്റും, പക്ഷേ ഒരുപക്ഷെ മറന്നില്ലായിരിക്കും. അതുകൊണ്ട് അനുതപിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ഞാനിതൊക്കെ ചെയ്ത വ്യക്തിയാണ്, എനിക്കിനി രക്ഷയില്ലെന്ന് ഓർക്കണ്ട. ഇതാണ് രക്ഷയുടെ സമയം. നിന്റെ രക്ഷയ്ക്കായിട്ട് ബെത്ലഹേമിൽ ഇന്ന് നിനക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന ദൈവദൂതരുടെ ആഘോഷം നിറഞ്ഞ കിന്നരമണികൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞ ആ ആഘോഷത്തിൻ്റെ സദ്വാർത്ത ഇന്ന് ഈ ചാനലിലൂടെ യേശു നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു രക്ഷകൻ ഇതാ പിറന്നിരിക്കുന്നു, യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവനിൽ രക്ഷയുണ്ട്, അവനിൽ മാത്രമേ രക്ഷയുള്ളൂ. അവനാണ് നിന്നോട് പറഞ്ഞത്, നിനക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നുവെന്ന്. ഒരൊറ്റ ദൈവമേ പറഞ്ഞിട്ടുള്ളൂ, അവൻ മാത്രമാണ് ദൈവം, ഏക രക്ഷകൻ
യേശു ക്രിസ്തു ദിവ്യകാരുണ്യമായി നമ്മിലേക്ക് വരുന്നവൻ. ആ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിത രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നിന്റെ ജീവിതം ഈ ജപമാലയുടെ ചരടിൽ കോർത്തിയിട്ട് നീ വിശ്വം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്ക്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കു കുഞ്ഞേ, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്ക്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. തീവ്രവാദികൾ മാനസാന്തരപ്പെടാൻ വേണ്ടി നീ വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ സംഭവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. ആ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കും. നമ്മൾ നിസ്സാരരായ മനുഷ്യരായിരിക്കാം. ഞാനും പാപിയാണ്, നമ്മളിൽ പലരും പാപികളാണ്. പക്ഷേ പാപിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ പിഴ ചൊല്ലിയിരുന്നാൽ ലോകം രക്ഷപ്പെടില്ല, നമുക്കും രക്ഷപ്പെടണ്ടേ. അതിനാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഈ വഴികൾ, ആയുധങ്ങൾ. 5ാമത്തെ ആയുധമാണ് വചനമനുസരിച്ചുള്ള ജീവിതം. വചനമനുസരിക്കുക. സന്ദേശങ്ങളുടെ ആരംഭത്തിൽ നമ്മൾ ധ്യാനിച്ചില്ലേ, വചനത്തെ അബോർഷൻ ചെയ്യുന്നവരാകരുത് നമ്മൾ. നമ്മളിൽ വചനം രൂപപ്പെടണം, ആ വചനം ജീവൻ പ്രാപിക്കണം, ആ വചനം ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് ഇതുപോലെയുള്ള ശുശ്രൂഷകള്. ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഞ്ചിക്കോട് ശുശ്രൂഷയുടെ 25ാം വാർഷികത്തിൻ്റെ സന്തോഷത്തിലായിരിക്കുമ്പോൾ ഇതല്ലാതെ എൻ്റെ അമ്മയോട് ചേർന്ന് ഞാൻ എന്തു പറയാൻ? ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തോട് ചേർന്ന് ഞാൻ എന്തു പറയാൻ? ഹല്ലേലൂയ. ഈ ലോകത്തോട് ചേർന്ന് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസരം നന്ദിയോടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ ആയിരിക്കുക. ബഹുമാനപ്പെട്ട അബ്രാഹച്ചനെ ഓർത്തും നാളിതുവരെ നയിച്ചിട്ടുള്ള, സ്നേഹിച്ചിട്ടുള്ള, ദൈവത്തെ സ്നേഹിക്കാൻ സഹനത്തിലൂടെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ വൈദികരെ ഓർത്തും സിസ്റ്റേഴ്സിനെ ഓർത്തും എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്തും കഞ്ചിക്കോട് മരിയൻ കൂട്ടായ്മയെ ഓർത്തും എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ള എൻ്റെ ജോസേട്ടനെ ഓർത്തും ഇപ്പോൾ ഈ ശുശ്രൂഷ ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഈശോ തിരഞ്ഞെടുത്ത ഈ ഷെക്കേന ചാനലിനെയും ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറിനെയും ബ്രദറിനോടൊപ്പമുള്ള എല്ലാവരെയും കുടുംബാംഗങ്ങളെയും ഷെക്കേന കുടുംബത്തിന് മുഴുവനായിട്ടും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കഞ്ചിക്കോട് ശുശ്രൂഷയെ ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തിയ ബ്രദർ ബെന്നി പുന്നത്തറയെയും ശാലോം ശുശ്രൂഷയെയും നന്ദിയോടെ ഓർക്കുന്നു. അഭിവന്യമാർ ജേക്കബ് മനന്തോടത്ത് പിതാവിനെയും മാറി മാറി കഞ്ചിക്കോട് ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായി വന്ന എല്ലാ വൈദികരെയും വിശുദ്ധ കുർബാനയ്ക്കായിട്ടും ശുശ്രൂഷകൾക്കായിട്ടും കഞ്ചിക്കോട് വന്ന് അക്ഷീണം പരിശ്രമിച്ച അസീസി കോൺഗ്രിയേഷനിലെ സിസ്റ്റേഴ്സിനെ ഓർത്തും എല്ലാവരെയും ഓർത്തും നന്ദി. സ്നേഹിച്ചതിനും വളർത്തിയതിനും നന്ദി. തളർന്നപ്പോൾ താങ്ങായതിന് നന്ദി. സ്നേഹരാഹിത്യത്തിൻ്റെ വഴിയിലൂടെ ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിലേക്ക് ഉയരാനായിട്ട് കൈപ്പിടിച്ച് നടത്തിയ അനേകരുണ്ട്. പേര് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള എല്ലാവർക്കും നന്ദി. ഈ 55 ദിവസത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ശ്രവിക്കാതെ പോയവർക്കും നന്ദി. കാരണം അമ്മ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് വഴിയായിട്ട് ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്, ക്ഷമിക്കണേ, എൻ്റെ അറിവില്ലായ്മയാണ്. സ്വർഗം സന്തോഷിക്കട്ടെ. നമുക്ക് സ്വർഗത്തിൽ കാണാം. നമുക്കെല്ലാവർക്കും അമ്മ മാതാവിൻ്റെ കരങ്ങൾ പിടിച്ച് സ്വർഗത്തിലേക്ക് നടന്ന് അടുക്കാം. അമ്മയുടെ അരികിലേക്ക് ഓടിയണയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 മഴ പോലെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ഈശോയെ നന്ദി. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ആരാധന, 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 ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന, ആരാധന, ആരാധന. കണ്ണുകളടച്ച് ആരാധന, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യനാഥനെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് ഈ കൃപയുടെ സമൃദ്ധിയുടെ സമയത്ത് നമുക്ക് നമ്മെ തന്നെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗം ദൈവം വസിക്കുന്ന ഇടമാണെങ്കിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, ഭൂമിയെ സ്വർഗമാക്കാനായിട്ട്. അതേ ദിവ്യകാരുണ്യമായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സൃഷ്ടാവായ ദൈവത്തിനെ ശിരസ് നമിച്ച് നമുക്കൊന്ന് ആരാധിക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹം എന്താണെന്ന് രുചിച്ചറിയാൻ അങ്ങയുടെ മക്കൾ ദാഹത്തോടെ രക്ഷയുടെ കിണറായ അങ്ങയുടെ സന്നിധിയിലേക്ക്
ഓടി വന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ജീവിതം കൊണ്ട് ഏറ്റുപറയുമ്പോഴും രക്ഷയുടെ ഉറവിടങ്ങൾ തേടി പലപ്പോഴും ഞങ്ങൾ പലയിടങ്ങളിലേക്കും ഓടിയിട്ടുണ്ട്. പല വ്യക്തികളിലേക്ക് ഞങ്ങളുടെ മനസ്സ് തിരിച്ചിട്ടുണ്ട്. ഈശോ, ഞങ്ങളോട് ക്ഷമിക്കണമേ. രോഗത്താൽ വലഞ്ഞപ്പോഴും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞങ്ങളെ വലയം ചെയ്തപ്പോഴും സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സ്വർഗീയ സാന്നിധ്യത്തെ ഞങ്ങൾ വില കൽപ്പിക്കാതെ പോയി. ഈശോ, നമുക്ക് അനുഭവിക്കാം മക്കളെ. നമ്മുടെ കർത്താവിത നമ്മുടെ കൂടെയായിരിക്കുന്നു. സ്വർഗം വിട്ട് മനുഷ്യ മക്കളുടെ അരികിലേക്ക് നമ്മെ കാണാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. യേശുവേ, സ്വർഗവും സ്വർഗാദി സ്വർഗവും വിറകൊള്ളുന്ന ഈ സമയത്ത് ഒരു മനുഷ്യ സൃഷ്ടിയായ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കുന്നാഥ? എൻ്റെ ജീവിതം അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ തിരുമുൻപിലേക്ക് തുറന്നു വയ്ക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം അങ്ങയുടെ മക്കളെ ഈശോയെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യ ഈശോയെ ഒന്ന് നോക്കിയേ. അവിടുന്ന് നിന്നെ കാണുന്നുണ്ട് കുഞ്ഞേ. അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മുറിവേറ്റ അവിടുത്തെ കരം നിന്നിലേക്ക് അവിടുന്ന് നീട്ടിപ്പിടിക്കുന്നുണ്ട്. നീ അറിയുന്നുണ്ടോ? അവിടെ ആ കരങ്ങളിൽ നിന്നൊഴുകുന്ന, മുറിവിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളി തിരിച്ചോരയും നിന്റെ ശിരസിലൂടെ ഇപ്പോൾ പെയ്തിറങ്ങുന്നുണ്ട്. സൗഖ്യമായി നിന്നിൽ ഒഴുകുന്നുണ്ട്. മാനസാന്തരത്തിന്റെ കൃപയായിട്ട് നിന്നിലേക്ക് ഒഴുകുന്നുണ്ട്. വീണ്ടെടുപ്പിന്റെയും വീണ്ടുവിചാരത്തിന്റെയും കൃപയായിട്ട് വരുന്നുണ്ട്. നിന്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആ മുറിവേറ്റ കരങ്ങളിലേക്കൊന്ന് വച്ചു കൊടുക്കണമേ. കുഞ്ഞേ, നീ മടി കാണിക്കേണ്ട. ഇത് നിന്റെ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 വിളക്കിന്റെ നടുവില് നമ്മുടെ അരികിലായിരിക്കുന്ന കർത്താവിന് ഒരിക്കൽ കൂടെ നമുക്ക് ആരാധന പാടാം. 7 വിളക്കിൻ നടുവിൽ കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു, നീ മാത്രമാണ് കർത്താവേ. കോടാനുകോടി മാലാഖമാർ ചേർന്ന് ആരാധന, ആരാധന, ആരാധന. ത്രിത്വൈക ദൈവമേ ആരാധന. സത്യദൈവമേ ആരാധന. യേശുവേ, ഒരുപാട് അവസരങ്ങളിൽ അങ്ങയെ ആരാധിക്കാൻ ഞാൻ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങയെ കാണാതെ ഞാൻ ആരാധിച്ചു പോന്നു. അപ്പോഴൊക്കെ അങ്ങ് എന്നെ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണുനീരാൽ അൾത്താരകൾ കുതിർന്നിട്ടുണ്ട് കർത്താവേ. പക്ഷേ ഞാൻ അവിടുത്തെ അറിഞ്ഞിട്ടില്ല പലപ്പോഴും. നമുക്ക് അനുതപിക്കാം പ്രിയപ്പെട്ടവരെ. ഈ ലോകം മുഴുവനെയും രക്ഷിക്കാൻ നമ്മുടെ കർത്താവിനെ സാധിക്കൂ. ആ കർത്താവാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ സന്നിഹിതനായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ആ ദൈവമാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. നമ്മൾ സർവശക്തന്റെ മുൻപിലാണ്.
പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ഭവനത്തിലായിരിക്കുന്ന നീ നിമിഷം മുട്ടുകുത്തി കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തു നിന്റെ രക്ഷകനാണെന്ന് നീ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കരങ്ങൾ ഉയർത്തി നിന്നെയും കുടുംബത്തെയും ലോകം മുഴുവനെയും സഭയെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. നന്ദി ഈശോ, നന്ദി ദൈവമേ, നന്ദിയല്ലാതെ എന്താ ഞങ്ങൾ അങ്ങയോട് പറയുക? നന്ദി ദൈവമേ, അങ്ങ് തന്ന, എൻ്റെ ജീവിതത്തിൽ തന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന, ലോകത്തിന്മേൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നന്മകൾക്ക് നന്ദി പറയുന്നു ഈശോ. അഭിവന്യ പിതാവിനോടും എല്ലാ വൈദികരോടും ഇവിടെ ശുശ്രൂഷയ്ക്കായി എത്തിയ എല്ലാ സഹോദരങ്ങളോടും ഈ ടീമംഗങ്ങളോടും ചേർന്ന് ലോകം മുഴുവനോടും ചേർന്ന് മരിയൻ കൂട്ടായ്മയോട് ചേർന്ന് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, 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 നന്ദി. ദൈവമേ നന്ദി, ഈശോയേ നന്ദി. ഈശോയേ, ഞങ്ങളുടെ ഒരു യോഗ്യതയുമല്ല കർത്താവേ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിച്ചത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ചതിൻ്റെ ഫലമാണ് ദൈവമേ. അങ്ങയുടെ കരുണയാണ് ഈശോയെ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച പീഡാസഹനങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറയുന്ന ദൈവമേ. പീഡാസഹനത്തെ ഓർത്ത് ഈശോയെ, അങ്ങയുടെ പീഡാസഹനത്തെ പ്രതി കാൽവരിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കണ്ണു നിറയുന്നു കർത്താവേ. ഈശോ, ഈശോ, ഈശോ. കർത്താവേ, 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 ആ കാൽവരി വഴിയിൽ അങ്ങ് ഞങ്ങളെ ഓർത്തല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് കുരിശും വഹിച്ചുകൊണ്ട് വീണതും എഴുന്നേറ്റതും പാടുപീഡകൾ സഹിച്ച് മുന്നേറിയതും 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് നൽകി ബലിയർപ്പിച്ചത്. നന്ദി, നന്ദി ഈശോ. പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ, പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നു, ജീവൻ നൽകിയതോർക്കുമ്പോഴും കണ്ണുകൾ
എനിക്ക് വേണ്ടി മരിച്ചവനെ നന്ദി പറയുന്നു. എന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. സത്യമാണ് ഈശോ, അവിടുത്തെ രക്ഷാകര പദ്ധതി ദുർശമരണം സത്യമാണ് ഏറ്റുപറയുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ. കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നേ. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ ഈശോ തിബേരിയോസ് കടൽ തീരത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി ഭക്ഷണമേശ ഒരുക്കി കാത്തിരിക്കുന്ന രംഗം. ഒരിക്കലും ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കാറില്ല. ശിഷ്യന്മാർ ഗുരുവിന് വേണ്ടിയിട്ടാണ് ഭക്ഷണമുണ്ടാക്കുന്നത്. ഉദ്ധിതൻ ആ തിബേരിയോസ് കടൽ തീരത്ത് പാറയിൽ തീ കൂട്ടിയിരിക്കുന്നതും അപ്പം വെച്ചിരിക്കുന്നതും മത്സ്യവും അവർ കണ്ടു. ഭക്ഷണമേശ അവർക്ക് മുറിച്ചു കൊടുത്തു. അതിനുശേഷം തൻ്റെ പ്രിയ ശിഷ്യൻ പത്രോസിനോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനേ, മറ്റുള്ളവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനേ, മറ്റുള്ളവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഞാൻ 3 പ്രാവശ്യം ഉപേക്ഷിച്ചത് കൊണ്ടാണോ, തള്ളിപ്പറഞ്ഞത് കൊണ്ടാണോ എന്ന് അതാ ചോദിക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ. കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന തൻ്റെ വത്സല ശിഷ്യൻ്റെ കണ്ണിലേക്ക് ആർദ്രതയോട് നോക്കിക്കൊണ്ട് വീണ്ടും അവിടുന്ന് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനേ. ചോദ്യം അന്തരാത്മാവിൽ ചൂഴ്ന്നിറങ്ങി. കണ്ണുനീർ വാർത്തുകൊണ്ട് മൗനമായ ഭാഷയിൽ പത്രോസ് ചോദിച്ചു, ലോർഡ്, പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ്, പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ്. മോശ ചോദിച്ചു, നോ. ദാവീദ് ചോദിച്ചു, നോ. അബ്സലോം ചോദിച്ചു, നോ. സാവൂൾ ചോദിച്ചു, നോ. പക്ഷേ ഉദ്ധിതന്റെ പക്കൽ കണ്ണീരോടുകൂടി തൻ്റെ വത്സല ശിഷ്യൻ ചോദിച്ചു, പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ്. ഓക്കെ, യു ഗോ പ്രൊസീഡ്. ഈശോയെ, സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയവുമായി, സ്നേഹത്താൽ ഭ്രാന്ത് പിടിച്ച ഹൃദയവുമായി പത്രോസ് പിന്നെ പോകുകയാണ്. അവിടെ കുരിശിൻ്റെ തല കീഴായി കർത്താവിന് വേണ്ടി മരിക്കുവാൻ, കർത്താവിന് വേണ്ടി മരിക്കുവാൻ. യേശുവേ, കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി മരിക്കട്ടെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങള്, തിന്മകള്, ബലഹീനതകള്, കഴിഞ്ഞ കാലങ്ങളിൽ ആ മുന്തിരി നശിപ്പിച്ചതിന് പരിഹാരമായി പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ്. കർത്താവേ, പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ്. ഗോ അഹെഡ്. യേശുവേ, കാലഘട്ടത്തിലെ ശബ്ദമാണല്ലോ, മോനെ ഗോ അഹെഡ്. നിനക്ക് വേണ്ടി 100 പ്രാവശ്യം ആ മുന്തിരിത്തോട്ടത്തില് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. കർത്താവേ, നിന്റെ ആർദ്രതയുടെ സ്വരം ഞാൻ കേൾക്കട്ടെ. ഈ വൈകിയ വേളയിൽ നിന്റെ ആർദ്രതയുടെ സ്വരം ഞാൻ കേൾക്കട്ടെ. ഈ 55 ദിവസം നീ ഞങ്ങളെ ഒരുക്കിയത് അതിനു വേണ്ടിയിട്ടാണല്ലോ. മകനെ, ഇതാ നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കുവാൻ നിന്റെ അവകാശം നീ കാത്തു സൂക്ഷിക്കുക. വെളിപ്പാട് 3:11 നിന്റെ ചെവികളിൽ മുഴങ്ങട്ടെ. ജെറമിയ 13:18 നിന്റെ മഹത്വത്തിന്റെ കിരീടം ഇതാ നിലത്ത് വീണ് കിടക്കുന്നു. കർത്താവേ, എന്നെ നോക്കി അത് പറയാതിരിക്കട്ടെ. ഞാൻ വെച്ച കിരീടം അന്ത്യം വരെ നിലനിൽക്കട്ടെ. ലോർഡ്, പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ്. പരിശുദ്ധ കുർബാനയിലേക്ക് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ കൈകളൊന്ന് നീട്ടിപ്പിടിക്കൂ. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ കൈകൾ നീട്ടിപ്പിടിക്കൂ. എത്രയോ പ്രാവശ്യം കർത്താവിന്റെ മുന്തിരി നീ നശിപ്പിച്ചിട്ടുണ്ട്. നീ കുതിരയെ പോലെ പിച്ചി ചീന്തിയിട്ടുണ്ട്, ചവിട്ടി കളഞ്ഞിട്ടുണ്ട്. യേശുവേ, വീണ്ടും വിശുദ്ധിയുടെ വെള്ളവസ്ത്രം നീ എനിക്ക് നൽകിക്കൊണ്ട് ഈ മുന്തിരിച്ചെടിയോട് എന്നെ ചേർത്ത് നിർത്തി, എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, എന്നെ ബലപ്പെടുത്തിക്കൊണ്ട് എന്റെ ശിരസുകളിലേക്ക്, എന്റെ കണ്ണുകളിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ വീട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക് നിന്റെ അഭിഷേകം ഒഴുക്കിയതിനെ ഓർത്തുകൊണ്ട് നന്ദി ഈശോ. ചങ്കു കീറി പറയുന്നു, യേശുവേ, സ്നേഹത്തിന്റെ ലഹരി പറയുന്നു. യേശുവേ, വിളിക്കട്ടെ. നിന്റെ ഭവനം ശുദ്ധീകരിക്കപ്പെടട്ടെ, നിന്റെ
Give me one more time. Please give me one more time. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മോനെ കർത്താവേ, ആർദ്രയുടെ സ്വരം ലോകം മുഴുവൻ മുഴങ്ങട്ടെ. ഈ ഷെക്കാനയുടെ ആത്മീയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അനേക ലക്ഷങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് ജ്വലിപ്പിക്കണം കർത്താവേ. അതെ, ജെറമിയായുടെ പുസ്തകം അവിടുന്ന് പറയുന്നു, ജെറമിയായുടെ പുസ്തകത്തിലൂടെ പറയുന്നു, 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഹൃദയം ദുഷ്ടതയിൽ നിന്ന് കഴുകിക്കളയുക. എത്ര നാളായി ദുഷിച്ച ചിന്തകളുമായി നീ പേറി നടക്കുന്നു. നിന്റെ ഹൃദയം കഴുകിക്കളയൂ. അവിടുത്തെ കരുണയുടെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ തണലിൽ നീ വന്നിരിക്കൂ. യേശുവേ, ഞങ്ങളിതാ പ്രതിജ്ഞ ചെയ്യുന്നു, ഞങ്ങളിതാ കുതിരകളാകില്ല കർത്താവേ, അങ്ങേക്ക് വേണ്ടി ആത്മാവിൽ എളിമയും അനുതാപവും നിറഞ്ഞ കഴുതകളായി മാറും. ഇതാ സങ്കീർത്തനം 147:10, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. നീ പടക്കുതിരയാകണ്ട, നീ കർത്താവിന് വേണ്ടി ഒരു കഴുതയാകുക. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകുക. എങ്കിൽ നിന്റെ കഴിവുകളെ അവിടുന്ന് അഭിഷേകമാക്കി മാറ്റാൻ പോകുന്നു. നിന്റെ കഴിവുകളെ അവിടുന്ന് അനുഗ്രഹമാറ്റിയാകാൻ പോകുന്നു. നിന്റെ ബലഹീനതകളിലേക്ക് അവിടുന്ന് ഇതാ ശക്തി ഒഴുക്കാനായിട്ട് പോകുന്നു. നീ ഇന്നലെ വരെ വീണ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് ഇതാ പിടിച്ചെഴുന്നേപ്പിച്ച് നിന്നെ ഉറച്ച പാറയിൽ കൊണ്ട് നിർത്താൻ പോകുന്നു. അന്ത്യകാലത്തിലെ വിശുദ്ധനായി, പരിശുദ്ധ ത്രിത്വത്തിന്റെ പൂർണ്ണ മഹിമയ്ക്കായി കത്തുന്ന ദീപമായി യേശു നിന്നെ ഉയർത്തുവാൻ പോകുന്നു. യേശു നിന്നെ ഉയർത്തുവാൻ പോകുന്നു. മോനെ, നീ എഴുന്നേൽക്കൂ, നീ ശക്തി പ്രാപിക്കൂ. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. ഓട്ടക്കാരന്റെ ശീഘ്രതയിൽ അവിടുന്ന് ആനന്ദം കൊള്ളുന്നില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവനിലാണ് അവിടുന്ന് കടാക്ഷിക്കുന്നത്. കർത്താവേ, കർത്താവേ, പത്രോസിനെ കൂടെ ഞങ്ങൾ പറയുന്നു, അങ്ങേക്ക് വേണ്ടി തലകീഴായി മരിക്കുവാൻ കർത്താവേ ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു. വാക്ക് കൊടുക്കാം, വാക്ക് കൊടുക്കാം. ഈശോ നന്ദി പറയുന്നു. ഈ പ്രതലത്തിൽ നിന്നുകൊണ്ട് കർത്താവേ, റാണിയോട് ചേർന്ന്, ഷെക്കേന കുടുംബാംഗങ്ങളോട് ചേർന്ന്, ലക്ഷക്കണക്കിന് മക്കളോട് ചേർന്ന്, ദൈവമേ, ഈ കാലഘട്ടത്തിൽ, അതും ആരാധനകളൊക്കെ മന്ദീഭവിച്ച കാലഘട്ടത്തിൽ ഈ ഷെക്കേന പ്രതലത്തിൽ നിന്നുകൊണ്ട് നന്ദിയോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് അവസാനത്തിന് മുമ്പായി 1-2 കാര്യം അറിയിക്കട്ടെ. ഒന്ന്, ഓഗസ്റ്റ് 27 മുതൽ 31 വരെ ഒരു താങ്ക്സ് ഗിവിങ് ശുശ്രൂഷ നടക്കുകയാണ്. ഈ 55 ദിവസം ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഒരുക്കി തന്നതിന് നന്ദിയായിട്ട് ഓഗസ്റ്റ് 27 മുതൽ 31 വരെ അതിനകത്ത് പങ്കെടുക്കണമേ. ഈ 55 ദിവസം കൊണ്ട് ശുശ്രൂഷ നിർത്തരുതേ, ഇത് പ്രൊസീഡ് ചെയ്യണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കഞ്ചിക്കോട് ധാരാളം ആൾക്കാർ ശുശ്രൂഷ കേട്ടിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം അറിയിക്കട്ടെ, അവിടെ ഗവൺമെൻറ്റിൻ്റെ നിയമം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ സന്ദർശകരെ ഇനി അവിടെ അനുവദിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ നിയമമൊക്കെ നമ്മൾ പാലിക്കേണ്ടതല്ലേ. അവിടുത്തെ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഷെക്കേനയിലൂടെ ഞങ്ങൾ അറിയിപ്പ് നൽകുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ വരരുത്. ബഹുമാനപ്പെട്ട വൈദികർ കൊച്ചു കൊച്ചു ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അവരോട് ഒത്തിരി സ്നേഹത്തോടെ പറയുകയാണ്, ഈ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണമേ. അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ദൂര സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരുമ്പോൾ ഈ രോഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അവിടെ വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു അറിയിപ്പ് നൽകുന്നത് വരെ സന്ദർശകർ കഞ്ചിക്കോട് പ്രാർത്ഥനാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് വരരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മദർ ഓഫ് കഞ്ചിക്കോട് എന്നുള്ള വെബ്സൈറ്റ് ഉടൻ തന്നെ അത് ചെറിയൊരു പ്രോബ്ലം വന്നിരിക്കുകയാണ്. ഉടൻ തന്നെ അത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് 2 നിയോഗം കൂടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയുടെ സമാപന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന്, ഷെക്കേനായ്ക്ക് ഈ DTH പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകളൊന്ന് ഉയർത്താം. അതുപോലെ തന്നെ പ്രാർത്ഥനാപരമായിട്ടും അതുപോലെ പണപരമായിട്ടും വലിയ സഹായമുണ്ടാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ സിനഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, സിനഡ് തുടങ്ങുന്നതിന് മുമ്പ് 55 ദിവസത്തെ പ്രാർത്ഥനയും സിനഡ് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ തുടർന്നുള്ള പ്രാർത്ഥനയും, ഇങ്ങനെയൊരു സിനഡ് നടന്നിട്ടില്ല. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം സാത്താൻ
ഒത്തിരിയേറെ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന, സഭയുടെ ശക്തി കേന്ദ്രമെന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയ്ക്കിട്ട് തരംഗം വെക്കുവാനായിട്ട് പലരെയും അവനിപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ കഞ്ചിക്കോട് നൽകിയ ഒരു സന്ദേശത്തിൽ സങ്കടത്തോടു കൂടി പറയുകയാണ്, ജഡാസക്തിയിൽ ജീവിക്കുന്ന മക്കൾ, ഈ ലോകത്ത് ജഡാസക്തിയിൽ ജീവിക്കുന്ന മക്കൾ കാട്ടുമൃഗത്തെ കടിച്ചു കീറുന്ന മനോഭാവത്തോടു കൂടി എൻ്റെ മകൻ്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ സങ്കടപ്പെടുകയാണ്. വഞ്ചന നിറഞ്ഞ ലോകത്ത് ജഡാസക്തരായി തീർന്ന മക്കൾ കാട്ടുമൃഗത്തെ കടിച്ചു കീറുന്ന മനോഭാവത്തോടു കൂടി എൻ്റെ പുത്രൻ്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ചങ്ക് പൊട്ടിപ്പിടയുകയാണ്. അമ്മയുടെ വലിയ സങ്കടമാണ്. കുർബാനയ്ക്കെതിരായിട്ടൊന്നും ആരുമൊന്നും ശബ്ദിക്കാതിരിക്കട്ടെ. സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനത്തിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. നിങ്ങളുടെ ഭവനത്തിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. സിനഡിലേക്ക് ശക്തമായിട്ടുള്ള അഭിഷേകം ഒഴുകട്ടെ. ആരാധന 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 ആരാധന. ഈശോയെ, ലോകം മുഴുവനിലേക്കും ദിവ്യകാരുണ്യ പ്രകാശം പെയ്തിറങ്ങട്ടെ കർത്താവേ. ഈശോയെ 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 ഈശോയെ. തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ അണയുന്നീതാ. ഫാത്തിമയിലെ മാപ്പപേക്ഷ പ്രാർത്ഥന നമുക്കൊന്ന് ചെല്ലുകാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയും ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.